കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മധ്യ എനിക്കുമായിരിക്കുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കുമാർ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമായിട്ട് ഇവിടെ വരുവാൻ സഹായിച്ചത് നിങ്ങളെല്ലാവരും കാണാനിടയാക്കി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓൺലൈനിലൂടെ നേരിട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രയർ തുടങ്ങിയിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസം. 5 ദിവസം കഴിഞ്ഞ 4 ദിവസങ്ങളിൽ കർത്താവ് തൻ്റെ അഭിഷിക്തരെ ശക്തമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രമിസസ്, ഇങ്ങനെ ഒരു സ്ഥല സൗകര്യം, ഹല്ലേലൂയ, അത് എല്ലാം ദൈവത്തിൻ്റെ മുൻനിർണയങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ. ഓ മൈ ഗോഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യേ ചലിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. പ്രത്യേകിച്ച് കൊയർ ഇങ്ങനെ എല്ലാം പാടുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാ കർത്താവ് പലവിധമായ രീതിയിൽ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാത്തിനും കർത്താവ് നന്ദി പറയുന്നു. ഇന്നും കർത്താവ് ഇടപെടും. ആമേൻ. ഇന്നും കർത്താവ് ഇടപെടും. ഹല്ലേലൂയ. കുമാർ പാസ്റ്ററിൻ്റെ ഒരു ബന്ധുവും കൂടെയാണ്. എല്ലാം കർത്താവ് ഭംഗിയായി ചെയ്യട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗനാഥൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗനാഥൻ ചെയ്തിടുന്നു. പിതാവേ, പുത്രനാം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അധികം ആത്മാവിനെ നിങ്ങളുടെ മധ്യേ അയക്കണം. ഇപ്പോൾ ബലവും ശക്തിയുമുള്ള ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഫിസിക്കൽ റിലത്തിൽ, സ്പിരിച്വൽ റിലത്തിൽ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. യേശു കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി ആത്മമണ്ഡലത്തെ വിശുദ്ധീകരിക്കട്ടെ. ദൈവികമല്ലാത്തത് സകലതും മാറിപ്പോകട്ടെ, ദൈവികമായത് മാനിഫെസ്റ്റ് ആകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യണം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യയായിരിക്കുവാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും വചനം അറിയുന്ന ആൾക്കാരാണ്. എല്ലാ റെഫറൻസും എടുത്ത് എല്ലാം അങ്ങനെ പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. താങ്ക് യു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതുകൊണ്ട്. ആമേൻ. താങ്ക് യു ജീസസ്. ഓക്കെ, യെസ്, ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ ദൈവപരിജ്ഞാനം എന്നൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവപരിജ്ഞാനമെന്ന് ഒരു വചനം വായിക്കാമെന്ന്, ബൈബിൾ വായിക്കുന്നവരാണല്ലോ, പെട്ടെന്ന് എടുത്തല്ലോ. 2 പത്രോസ് 1 അധ്യായം 1-2 വാക്യങ്ങൾ പെട്ടെന്ന് എടുത്ത് വായിക്കാം.
ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഓക്കെ, മതി. ഓക്കെ, ഹല്ലേലൂയ. നമ്മളെ ഒരാൾ വിളിച്ചു. ആമേൻ. വിളിച്ച ആ വ്യക്തിത്വത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾക്കുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെയും ഭക്തിയുടെയും വിഷയങ്ങളിൽ വലിയ പുരോഗതികൾ ഉണ്ടാകും. ഓക്കെ, ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതവുമാണ്. നമ്മുടെ ആത്മീയം മാത്രമല്ല, ജോലി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുടുംബജീവിതം, എല്ലാം. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, ശുശ്രൂഷകൾ, എല്ലാ മേഖലയ്ക്കകത്തും നമ്മളെ സഹായിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മളെ ഒരാൾ വിളിച്ചു. ആ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ അകത്ത് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒരു അടുത്ത നിലവാരത്തിലുള്ള പുരോഗതി ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, നമ്മളെ വിളിച്ച ആളുണ്ട്. ഓക്കെ, അതിന് ഒന്നുകൂടെ ആ വിളിച്ച ആളിനെ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ പല പല രീതിയിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എല്ലാം എനിക്ക് അറിയത്തില്ല, എല്ലാം നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ചിലതൊക്കെ അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില രീതിയിൽ ദൈവപരിജ്ഞാനം ഉണ്ട്. അതാണ് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അറിയാനാണ് ഇതുപോലുള്ള കൂടിവരവുകളെ ദൈവം വയ്ക്കുന്നത്. ആമേൻ. പരസ്പരം ഷെയർ ചെയ്ത്, വചനങ്ങൾ ഷെയർ ചെയ്ത് വരുമ്പോൾ ഒരാളുടെ കിട്ടിയ പരിജ്ഞാനം വേറൊരാളിലേക്ക് മനസ്സിലായി. ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഒരുമിച്ച് വളർത്തുക എന്ന ഒരു പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഓക്കെ, ഞാൻ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. എങ്കിലും ഹല്ലേലൂയ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, എന്തെങ്കിലും ഒരു കാര്യം ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ ഒരു സൃഷ്ടിതാവ് വേണം, ഇല്ലേ? ഒരു മൊട്ടുപിന്നുണ്ടാകണമെങ്കിൽ അതിനെ സൃഷ്ടിക്കാൻ ഒരാൾ വേണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഒരു മൊട്ടുപിന്നുണ്ടാകണമെങ്കിൽ സൃഷ്ടിക്കാൻ ഒരാൾ വേണം. സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശവും ഉണ്ട്, ഇല്ലേ? ചുമ്മാ വേസ്റ്റ് ആയിട്ട് ഒരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല. റൈറ്റാ? ആമേൻ. ശരിയാണോ? നിങ്ങൾ ഒക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരാൾ ഒരു കാര്യം സൃഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആദ്യം ആ സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സൃഷ്ടിക്കുന്നത്. ശരിയല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഒരു മൊട്ടുപിൻ പോലും, ഇനി അതിന് താഴെ എന്തെങ്കിലും വസ്തു ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഇനി സ്ട്രാപ്പുള്ള പിൻ പോലും എന്ന് പറയാ, അതിന്റെ സൃഷ്ടിതാവ് കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു ഉദ്ദേശം, അതിന്റെ ഉപയോഗം ആദ്യമേ മനസ്സിലാക്കിയിട്ടാണ് അതിനെ സൃഷ്ടിച്ചത്, ഇല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ബാക്കി പറ, നിങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, എന്നെ സൃഷ്ടിക്കുന്നത്, നമ്മളെ സൃഷ്ടിക്കുന്നത്, സകല മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവത്തിന് ഹല്ലേലൂയ, സൃഷ്ടിതാവാം ദൈവം എന്നൊരർത്ഥം ഹല്ലേലൂയ നമ്മൾ അദ്ദേഹത്തിന് കൊടുത്താൽ, നമ്മൾ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനമുള്ള വാക്കാണ് പറഞ്ഞത്. ആ വിളിച്ചവനാണ് എന്നെ സൃഷ്ടിച്ചത്. വിളിച്ചവൻ എന്റെ സൃഷ്ടിതാവാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടിതാവാണ്, ഈ കേൾക്കുന്ന സകലരുടെയും സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ. ആമേൻ. ആ സൃഷ്ടിതാവ് ഹല്ലേലൂയ, ആമേൻ, സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഈ വ്യക്തിയെ കുറിച്ചുള്ള ഉദ്ദേശം
മനസ്സിലാക്കിയിട്ടാണ് സൃഷ്ടിച്ചു ഭൂമിയിലാക്കിയത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇനി നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത എല്ലാ വിഷയങ്ങളുടെയും കാരണം എന്തുവാണെന്നറിയാമോ? നമ്മളെല്ലാവരും പ്രശ്നങ്ങളിലാണ്. അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, എത്ര വലിയ മുതലാളി എന്നാകട്ടെ തൊഴിലാളിയാകട്ടെ, പഠിത്തമുണ്ടോ ഇല്ലയോ, ഇതൊക്കെ വേറെ കാര്യം. പക്ഷെ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ അകത്താണ്. ആമേൻ. ഒരു ദൈവപൈതലിന്റെ പ്രത്യാശ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ ദൈവമുണ്ട്. ആമേൻ. ഒറ്റയ്ക്കല്ല വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഇന്ന് വരെ നടത്തുകയാണ്. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, അപ്പൊ ഒരു സൃഷ്ടാവായ ദൈവം ഉണ്ട്. ആമേൻ. ആ സൃഷ്ടാവിനെ കുറിച്ച് എനിക്കൊരു അറിവ് വർദ്ധിച്ചാൽ, ഹല്ലേലൂയ, അപ്പൊ ഞാൻ ചുമ്മാതെ വന്നതല്ലെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ചുമ്മാതെ എങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ വന്നു എന്നല്ല. എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയതാണ്. ആക്കിയതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ എല്ലാ മനുഷ്യന്റെയും ഒരു അന്വേഷണം, താൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും താൻ ഹൃദയത്തിൽ അന്വേഷിക്കുന്ന ഒരു അന്വേഷണമുണ്ട്. ഞാൻ എന്തിനാ ഭൂമിയിൽ ജനിച്ചത്? മനുഷ്യന്റെ തിരക്കിന്റെ ഇടയിൽ അവന്റെ മനസ്സിന് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, അവിടെ ഹൃദയത്തിനകത്ത് അന്വേഷിക്കുന്നുണ്ട്, എന്റെ ജീവിതം എന്തിനാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കി, നമ്മൾ ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് കണ്ട് മുമ്പിലോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, സൃഷ്ടിതാവായ ദൈവം, നമ്മൾ അവന്റെ സൃഷ്ടിയാണ്. അപ്പൊ സൃഷ്ടിച്ചതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ട്. ഒരു മൊട്ടുപിൻ, ഒരു സ്ട്രാപ്ലർ പിൻ ഒരു പർപ്പസ് ഇല്ലാതെ ഉണ്ടാക്കപ്പെടുന്നില്ല. ഒരു ക്രിയേറ്റർ ഇല്ലാതെ ഒരു സാധനവും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, എന്റെ പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ട്. മാത്രമല്ല സൃഷ്ടിച്ചവന് ഒരു ഉദ്ദേശവും ഉണ്ട്. ഇത് ഹല്ലേലൂയ, സൃഷ്ടിതാവ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വിഷയം എന്തെന്നറിയാമോ? എന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായാൽ നമ്മുടെ ജീവിതത്തിന്റെ അടുത്തൊരു ഘട്ടം അർത്ഥമുണ്ടാകാൻ തുടങ്ങുകയാണ്. അടുത്തൊരു ഘട്ടം അർത്ഥം നമ്മുടെ അകത്ത് മനസ്സിലായാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ അൺസ്റ്റോപ്പബിൾ. അടുത്തൊരു പ്രൊമോഷൻ സ്റ്റാർട്ട്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനകൾ, കൂടിവരവുകൾ, ഹല്ലേലൂയ, അതിലേക്കാണ് ദൈവം നമ്മളെല്ലാം വളർത്തുന്നത്. അതിന് പല കാര്യങ്ങൾ സംഭവിക്കും. ഡെലിവറൻസുകൾ സംഭവിക്കും, പ്രവചനങ്ങൾ നമ്മൾ നോക്കി വരും, ഹല്ലേലൂയ, പല പല കൈമാറ്റങ്ങൾ സംഭവിക്കും. ഇതിലെല്ലാം കൂടെ സംഭവിക്കുന്ന ആകത്തുക എന്ന് പറഞ്ഞാൽ, എന്നെ വിളിച്ച ഉദ്ദേശം എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. നാട്ടുകാർക്ക് മനസ്സിലായിട്ട് കാര്യമില്ല, ഇല്ലേ? എനിക്കൊന്ന് മനസ്സിലാക്കി കിട്ടും. അതിനു വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ അധ്വാനിക്കുകയാണ്. ആമേൻ, താങ്ക് യു ജീസസ്. കർത്താവ് നമ്മളോട് ഇടപെടട്ടെ. ആമേൻ, ആമേൻ. ഓക്കെ, ഞാൻ പറഞ്ഞു, നമ്മൾ വായിച്ചത് മനസ്സിലായല്ലോ, വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനം. അപ്പൊ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ, എനിക്ക് നിന്നെ അധികമായി അറിയണം. നീ എന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അധികമായി അറിയണം. ഹല്ലേലൂയ. നോക്കി, സൃഷ്ടിപ്പിന്റെ എല്ലാ വചനങ്ങളെയും എടുത്ത് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഒരു കാര്യം വായിച്ച് നമുക്ക് തുടങ്ങാം. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം 12-ാമത്തെ വാക്യം. യെശയ്യാവ് 45:12. ഓക്കെ, മതി. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ സൃഷ്ടിപ്പിന്റെ കാര്യം കിടക്കുക, നമുക്കെല്ലാം പറയാൻ സമയമില്ല. യെസ്, ഹല്ലേലൂയ, ആമേൻ. നോക്കി, ഞാൻ ആകാശത്തെ ഉണ്ടാക്കി. അപ്പൊ ആകാശത്തിനൊരു സൃഷ്ടിതാവ് ഉണ്ട്. എന്നിട്ട് അതിനോട് ചേർന്ന് പറയാണ്, മനുഷ്യനെയും സൃഷ്ടിച്ചു. അപ്പൊ ആകാശത്തിനെ ഉണ്ടാക്കിയ ആളാണ് എന്നെയും ഉണ്ടാക്കിയത്. മിനിമം. ആമേൻ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആകാശത്തിന് മീതെ എന്താ പറയാ, ഹല്ലേലൂയ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ മുകളിൽ, താഴോട്ടല്ല. ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതികൾ വലുതാണ്.
ആമേൻ. അപ്പൊ ആകാശത്തെ സൃഷ്ടിച്ച ദൈവം, ഇനി ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിനെ കുറിച്ച് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് എടുത്തേ. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം ഒന്ന് എടുത്തേ. ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം. ആ 38 ആ ആ ആ ഓക്കെ. നമുക്ക് ഈ യോബിന്റെ, ഞാൻ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാമല്ലോ. ഓക്കെ. യോബിന്റെ 37 അധ്യായം വരെ ഇയ്യോബിന്റെ സുഹൃത്തുക്കള് ഇങ്ങനെ ഭയങ്കര ഡയലോഗുകൾ അറിയാമല്ലോ, കഥയൊക്കെ അറിയാം. 38-ാം അധ്യായത്തിൽ ദൈവം ഇയ്യോബിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ വായിച്ചാൽ ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ഇതുവരെ ഇയ്യോബ് കൂട്ടുകാരോട് സംസാരിക്കുന്നുണ്ട്, കൂട്ടുകാർ ഇങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഭാര്യ ഇയ്യോബിനോട് പോയി ചാവാൻ പറയുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ ഹല്ലേലൂയ, ഈ ദൈവം വന്നിട്ട് പറയുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, അറിവില്ലാത്ത വാക്കുകളാൽ, ഇനി കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത ചിന്തകളാൽ ഹൃദയം നിറഞ്ഞു കവയുന്നതാണ് വായി സംസാരിക്കുന്നത്. ഞാൻ എന്തിനു ജനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അറിവില്ലാത്ത വാക്ക, അറിവില്ലാത്ത ചിന്തയാണ്. അറിവില്ലാത്ത ചിന്തകൾ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അത് വാക്കുകൊണ്ട് പുറത്തു വരുന്നു. അപ്പൊ ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, അറിവില്ലാത്ത ഇത്രയും വലിയ ഡയലോഗുകളാൽ ദൈവത്തിന്റെ ആലോചനയെ ഇരുളാക്കുന്നോനിവനാർ. 37 അധ്യായം ഭയങ്കര ഡയലോഗാണ്, മനസ്സിലായില്ലേ? യോബ് ഭയങ്കര ഡയലോഗ്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ഭാര്യയെ നോക്കി ഭർത്താവിന്റെ ഡയലോഗ്, ഭർത്താവിനെ നോക്കി ഭാര്യ ഡയലോഗ്, മക്കളെ നോക്കി അപ്പന്റെ അമ്മയുടെ ഡയലോഗ്, മക്കൾക്ക് അപ്പനും അമ്മയ്ക്ക് നോക്കി ഡയലോഗ്, ടീച്ചേഴ്സിനെ നോക്കി പിള്ളേരുടെ ഡയലോഗ്, പിള്ളേരെ നോക്കി ടീച്ചേഴ്സിന്റെ ഡയലോഗ്. ഇതെല്ലാം ഒരു 100 കാര്യം പറയുന്ന ഒരു കാര്യം ദൈവത്തിന്റെ കാര്യത്തിനകത്തുള്ളതും, ബാക്കിയെല്ലാം അറിവില്ലാത്ത വാക്കുകളാൽ, അറിവില്ലാത്ത ചിന്തകളാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇല്ലേ? 37 അധ്യായമാണ് സംസാരം. അമ്മമാര് വന്നിട്ട്, ഫ്രണ്ട്സ് വന്നിട്ട് ഇങ്ങോട്ട് പറയണം, നീ ഇങ്ങനെ അല്ലാത്തതുകൊണ്ട്, നീ ഇങ്ങനെയൊക്കെ ദൈവത്തിന് വിരോധമായി ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ ഉപദേശം വേറെ. അത് നോക്കുമ്പോൾ അത് കേട്ടിട്ട് സങ്കടം വന്നിട്ട് ഇയ്യോബ് അങ്ങോട്ട് വേറെ ഡയലോഗ്. മനസ്സിലാകുന്നുണ്ടോ? യെസ്, ഞാൻ പറയും ഇയ്യോബിന്റെ കാര്യമല്ലേ പറയുന്നത്, ഞാൻ എൻ്റെ നിങ്ങളുടെ കാര്യം പറയണം. നിങ്ങൾ ഇയ്യോബിന്റെ കാര്യം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിടുത്തം കിട്ടത്തില്ല. യെസ്, ഹല്ലേലൂയ, താങ്ക് യു. ശരിയാണോ? ഈ വന്നതെല്ലാം എന്ത് കാര്യങ്ങളാണ്? അറിവില്ലാത്ത വാക്കുകൾ. എത്ര പറഞ്ഞിട്ടുണ്ട്? നമ്മളെ നോക്കി തന്നെ ആ വാക്കുകൾ വരണമെങ്കിൽ അതിന് പിന്നിലൊരു ചിന്തയുണ്ട്. ആ ചിന്ത ഹൃദയത്തിനകത്ത് നിറഞ്ഞപ്പോൾ എത്ര സമയത്ത് ആയുസ് വേണ്ട എന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ കേസ് എത്രയുണ്ട്. ഈ അപ്പനെ ഈ അമ്മയെ വേണ്ട എന്ന് പറഞ്ഞ എത്ര കേസുകളുണ്ട്. കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാപ്പെടാൻ പറയുന്നത്, അല്ലാതെ ഇതെല്ലാം അറിവില്ലാത്ത വാക്കുകൾ. എന്നിട്ട് വായിച്ചു നോക്കി, ദൈവത്തിന് ഒരു ആലോചനയുണ്ട്. ആ ആലോചനയ്ക്ക് വിരോധമായിട്ടാണ് ഈ അറിവില്ലാത്ത വാക്കുകളെല്ലാം വരുന്നത്. ഓക്കെ, യെസ്, ഞാൻ നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. നന്മയ്ക്കായി ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ആലോചന ഉണ്ട്. പക്ഷെ നമ്മുടെ ഡയലോഗെല്ലാം ഈ ആലോചനയ്ക്ക് വിരോധമാണ്. അതുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് ഈ യോബിനോട് സംസാരിക്കുകയാണ്. വായിച്ചു. ഞാൻ ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നോട് പറ. നീ ഇത്ര നേരം ഫ്രണ്ട്സിനോട് സംസാരിച്ചല്ലോ, ഇത്ര നേരം ഭർത്താവിനോട് സംസാരിച്ചല്ലോ, ഇത്ര നേരം ഭാര്യയോട് സംസാരിച്ചല്ലോ, മക്കളോട് സംസാരിച്ചല്ലോ, വലിയ വലിയ ഡയലോഗുകൾ സംസാരിച്ചല്ലോ. നീ ഇപ്പോ തൻ്റെ ഇടമുണ്ടെങ്കിൽ അരകെട്ട് നീ എന്നോട് സംസാരിക്കുക.
വായിച്ചേ. നോക്കി, ഭൂമിക്ക് അടിസ്ഥാനം. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം അവിടെ വരാൻ തുടങ്ങുകയാണ്. ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എടാ യോബേ, നിനക്ക് പല കാര്യങ്ങൾ അറിയത്തില്ല, നീ എന്തൊക്കെ അറിയാന്നുള്ള രീതിയിലാണ് വലിയ വലിയ ഡയലോഗുകൾ അടിച്ചത്. ഈ അടിച്ച ഡയലോഗുകളെല്ലാം എന്റെ പദ്ധതിക്ക് വെളിയിലാണ്. പക്ഷെ നീ അറിയാത്ത കാര്യങ്ങൾ നീ ഇപ്പൊ അറിയാൻ തുടങ്ങിയോ. ഞാൻ ആരാണെന്ന് നിനക്കൊന്ന് പറഞ്ഞു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോ നീ എവിടെയായിരുന്നു? ഈ കാര്യം നിനക്ക് അറിയത്തില്ലല്ലോ, പിന്നെ വലിയ ഡയലോഗ് അടിക്കാൻ പോകരുത്. ശരിയാണോ? ഇപ്പൊ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോ ഞാനുണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ ഡയലോഗ് കേട്ടിട്ട് നമ്മൾ ദൈവത്തിനെ പഠിപ്പിക്കുന്നവരെ നിങ്ങൾ ചിരിക്കാൻ തോന്നി ചിരിച്ചോണ്ട് കേട്ടോ, അത് ഡെലിവറൻസ് ആണ്. കരയാൻ തോന്നിയ കരഞ്ഞേ. എങ്ങനെയെങ്കിലും ഒരു അല്പ സ്ഥലം ദൈവത്തിന് കിട്ടണം, അതാണ് വിഷയം. യോബിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുക, അതിനെ മാറ്റാൻ ഫ്രണ്ട്സിന് പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വരിക. അതുപോലെ തന്നെയാണ് വചനം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. വചനം ഇറങ്ങി വരുന്നത്, വചനം ഇറങ്ങി വരുമ്പോൾ വചനത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. വചനം കുഴിയിൽ കിടക്കുന്നവനെ പൊക്കി മേളിൽ കൊണ്ടുപോകും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പക്ഷെ ആ വചനത്തെ പിടിക്കുന്നവന് മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ. കേട്ട് മനസ്സിലായോ? യെസ്, ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ എല്ലാം പറയാൻ സമയമില്ല. ഒന്ന് വായിച്ചേ, അങ്ങനെ വായിച്ചേ. അറബി. ഭൂമിയുടെ അളവ് നിയമിച്ചവൻ ഞാനാണ്, യോബേ നീ അല്ല, ഓർത്തോ. ഓക്കെ, പറഞ്ഞു. ഭൂമിക്ക് അളവ് നൂല് പിടിച്ചവൻ. ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു യോബേ, നിനക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ പറ. ഇതാണ് ദൈവം ചോദിക്കുന്നത്. അപ്പൊ ഭൂമിയുടെ മൂലക്കല്ലിട്ടവൻ, നമ്മൾ വീടിന്റെ മൂലക്കല്ലിടുന്ന തന്നെ നമുക്കറിയാം. അപ്പൊ വീടിന്റെ മൂലക്കല്ലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഭൂമിയുടെ മൂലക്കല്ലിട്ടവൻ ആര്? ഇതാണ് ദൈവപരിജ്ഞാനം. അപ്പൊ യോബിന്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം വന്നിട്ട് ദൈവം ആരെന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ വായിക്കും. നിങ്ങൾ 38 അധ്യായം ഇന്നോ നാളേക്കൊന്ന് വായിക്കും. ഇങ്ങനെ ദൈവത്തെ ഒന്ന് പൊളിച്ചു കൊടുക്കും. ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ആര്? അതിന്റെ അളവ് നിയമിച്ചത് ആര്? അതിന് മൂലക്കല്ലിട്ടത് ആര്? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഭൂമിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പറയുക. ആകാശത്തിന്റെ കാര്യമല്ല, അത് പലയിടത്തും വചനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഭൂമിയുടെ കാര്യങ്ങൾ തന്നെ. അതിന് അളവ് നൂല് പിടിച്ചത് ആര്? മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം പറയുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തുവാ? യോബേ, ഇതെല്ലാം സൃഷ്ടിച്ച ഞാൻ തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചത്. ഇത്രയെ ഒന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാനാണ് ദൈവം വന്ന് വലിയ വലിയ ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി. ഹല്ലേലൂയ. ഇപ്പൊ എന്തിനാ നമ്മൾ ഈ വചനം കേൾക്കുന്നത്? എത്രയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു വലിയ ദൈവമാണ് എൻ്റെ സൃഷ്ടിതാവ്. എൻ്റെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ, എൻ്റെ പരിചയക്കാരുടെ, ബന്ധങ്ങളുടെ, സകല മനുഷ്യന്റെയും സൃഷ്ടിതാവ് ഇത്രയും വലിപ്പമുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഈ പരിജ്ഞാനം എൻ്റെ അകത്തുണ്ടാകുമ്പോൾ എനിക്ക് ദൈവഭയം വർദ്ധിക്കും. ദൈവഭയം വർദ്ധിച്ചാൽ സകല മേഖലയിലും ജയിക്കാൻ തുടങ്ങും. ശരിയല്ലേ? ശരി, അല്ലേ? ശരി. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി വലിയ ഡയലോഗ് ഓടിക്കും. കാര്യം എന്തുവാ? അപ്പോഴും നാമൊക്കെ ഉണ്ടല്ലോ, നാക്കപ്പോഴും ഉണ്ടല്ലോ. അവിടെ ചൊറിഞ്ഞ പണി കിട്ടും നമുക്കറിയാം. എങ്ങനെ നാക്ക് ഉപയോഗിക്കണമെന്ന് അപ്പോഴറിയാം. പക്ഷെ വീട്ടിലറിയണമെന്നില്ല. ശരിയില്ലേ? അപ്പൊ ഫ്രണ്ട്സിനോട് നന്നായിട്ട് സംസാരിക്കുന്ന യോബിനറിയാം, തന്നെക്കാൾ വലിപ്പമുള്ള ദൈവത്തിന്റെ പ്രാപ്തിയെ ഒന്ന് പറയുമ്പോ
ഹല്ലേലൂയ. ലിയോവിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം പിന്നീട് നിങ്ങൾ വായിച്ച് 40 എന്നൊക്കെ വരുമ്പോൾ ദൈവം ലിയോ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനിപ്പോൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഡയലോഗ് അടിക്കത്തില്ല. മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇനി എനിക്കറിയാത്ത കാര്യങ്ങളകത്ത് ഞാൻ കയറി വലിയ ഡയലോഗൊന്നും അടിക്കത്തില്ല. ആമേൻ. ഇപ്പൊ ഈ വചനം നമ്മളിവിടെ പറയാൻ കാര്യം എന്തോ, നിങ്ങൾ കേൾക്കാൻ കാര്യം എന്തോ, അത്രയും വലിയ ദൈവമാണ് എന്നെയും സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഇപ്പോൾ പുതിയ ഉടമ്പടിയിൽ ആ ദൈവം എൻ്റെ അകത്ത് താമസിക്കുന്നു. അത്രയും വലിയ ദൈവം എൻ്റെ അകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഡയലോഗ് പറയാത്ത ഞാൻ എത്ര അധികമായി ഞാൻ എന്നെ സൂക്ഷിക്കണം. ശരിയാണോ? ഹല്ലേലൂയ. അപ്പം എനിക്ക് മനസ്സിലാകും എനിക്ക് ദൈവത്തോട് എത്ര പേടിയുണ്ടെന്നും പോലീസുകാരെ എത്ര പേടിയുണ്ടെന്നും മനസ്സിലാക്കുക. ഓക്കെ, അത് വേറെ വിഷയം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവപരിജ്ഞാനം. അപ്പൊ സൃഷ്ടാവാൻ ദൈവത്തെ കുറിച്ച് ചില കാര്യങ്ങൾ കേട്ടു അല്ലെ? ഹല്ലേലൂയ. ആകാശത്തെ സൃഷ്ടിച്ചു അതേ ദൈവം എന്നെയും സൃഷ്ടിച്ചു. ഭൂമിയെ സൃഷ്ടിച്ചു അതേ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ചുമ്മാ ഒരു വാക്കല്ല. ആ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് എങ്ങനെ, മൂലക്കല്ലിട്ടത് എങ്ങനെ, അതിനെത്ര നീളം വേണം, എത്ര വീതി വേണം, ഇതെല്ലാം തീരുമാനിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പം എന്തെന്ന് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലായാൽ എൻ്റെ പ്രശ്നം എത്ര ചെറുതെന്ന് അപ്പോൾ മനസ്സിലാവും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കും. ഓക്കെ, നമ്മൾ മുമ്പിലോട്ട് പോവുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 41-ന്റെ 4-ാമത്തെ ഭാഗം. യെശയ്യാ 41:4. ആദ്യം മുതൽ മതി ആ വചനം ദൈവം ഹല്ലേലൂയ പറയുകയാണ്. ഹല്ലേലൂയ. ഇത് കുറെ കാര്യങ്ങളൊക്കെ പറയുക, അതിനുശേഷം പറയുക ഇതൊക്കെ പ്രവർത്തിച്ചത് ആരാ എന്നിട്ട് ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ. ഓക്കെ, ഹല്ലേലൂയ. ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആദ്യം മുതൽ എന്നെ വിളിച്ചവൻ. ആമേൻ. ഇനി എന്നിലൂടെ ജനിക്കാൻ ഉള്ള തലമുറയെ, ജനിച്ച തലമുറയെ ആദിയിലെ വിളിച്ചവൻ. നോക്കിയേ, ഈ കേൾവിക്കകത്ത് ഓൺലൈനിലോ എന്താ പറയുക, ഈ പരിസരത്തോ ഇവിടെയോ ഒരു തലമുറ ആവശ്യമുണ്ട്. ഫസ്റ്റ് തലമുറ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് തലമുറ ഉണ്ട്, 2 തലമുറ ഉണ്ട്, ഇനി 2ഓ 3ഓ ഒക്കെ വേണം. ഹല്ലേലൂയ. ഒരു തലമുറ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും, ആദ്യ തലമുറയാകാം അല്ലെങ്കിൽ അടുത്തുള്ള തലമുറകളാകാം. യെസ്, ഹല്ലേലൂയ. ആ ഒരു തലമുറയായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തെ നിങ്ങൾ പിടിച്ചോ. ആദ്യം മുതൽ നിങ്ങളുടെ തലമുറയെ ദൈവം വിളിച്ചിരിക്കുക. ആ തലമുറയെ ദൈവം ആദിയിലെ വിളിച്ച തലമുറയെ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നിലേക്ക്, എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത മാസം മുതൽ തലമുറ ഉണ്ടായി. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ ഞാൻ പറയുക. ഹല്ലേലൂയ. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുവാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അതേ ആദിയിൽ വചനമുണ്ടായിരുന്നു. അതേ ആദിയിൽ ഞാനാകുന്ന തലമുറയെ ആദിയിലെ വിളിച്ചു. ആമേൻ. എന്നിലൂടെ ഭൂമിയിൽ ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച തലമുറയെ ആദിയിലെ വിളിച്ചു. അപ്പൊ ചുമ്മാതെ ഞാൻ ഭൂമിയിൽ വന്നതല്ലെന്ന് പറയാനാ ഇത്രയും പറഞ്ഞത്. വചനം ഉണ്ടായപ്പോൾ ആദിയിൽ അല്ലേ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ ഉണ്ടോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വായിച്ച വചനം എന്തുവാ? ആദി മുതൽ തലമുറകളെ വിളിച്ചത്, ആദിയിൽ എന്നെ വിളിച്ചത്.
ആദിയിൽ തന്നെ എന്നിലൂടെ ജനിക്കാനിരിക്കുന്ന തലമുറകളെയും വിളിച്ചത്, അവരുടെ തലമുറകളെയും ആദിയിൽ തന്നെ വിളിച്ചത്. ഇനി ആദിയിൽ വിളിച്ച തലമുറയെ വിശ്വാസത്താൽ ഒരു ഭാര്യയും ഭർത്താവും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തലമുറ ജനിക്കും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഈ വചനം വിട്ടുകളയരുത്. ഹല്ലേലൂയ. ആരെങ്കിലും ഹല്ലേലൂയ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ ഇപ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഗർഭത്തെ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ചുമ്മാ പറയുന്നല്ല, പ്രാർത്ഥിച്ച് അടുത്ത മാസം പ്രഗ്നന്റായതുണ്ട്. എത്ര കേസുകളാണ്. ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞാൽ ആദിയിലെ വിളിച്ച തലമുറയെ, ആദിയിലെ ദൈവം വിളിച്ചെങ്കിൽ എന്തുവാ, ആ തലമുറയെ അപ്പനും അമ്മയും കൂടെ ചേർന്ന് സ്വീകരിക്കുകയാണ്. അത്രേ ഉള്ളൂ. വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, തലമുറയ്ക്ക് പോരും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ചുമ്മാതെ ഹല്ലേലൂയ ഒരു മുട്ടുപിന്നുണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ട്, അതുപോലെ അല്ല എന്നെ ഉണ്ടാക്കിയെന്ന് പറയാൻ. ആദിയിലെ പ്ലാൻ ചെയ്തു, ഇന്ന വർഷത്തിൽ ഇന്ന അപ്പനിൽ നിന്നും ഇന്ന അമ്മയിൽ നിന്നും ഈ വ്യക്തി ശരീരത്തിൽ ജനിക്കണം. ഈ വ്യക്തി ശരീരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ആത്മാവായിരുന്നത് പോലെ നമ്മളെയും ആത്മസ്വരൂപത്തിൽ അവിടെ ആക്കി വച്ചിരുന്നു. ഒരു ഫിസിക്കൽ ബോഡിയിൽ, ശരീരത്തിൽ നമ്മൾ ജനിച്ചതാണ് അപ്പനിലൂടെ അമ്മയിലൂടെ. അതിനു മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നു. അതാണ് വചനത്തിന്റെ സത്യം. ആമേൻ. ഹല്ലേലൂയ. അതിനു മുമ്പേയും നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരീരം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവം ആത്മാവായിരിക്കുന്നത് പോലെ ആത്മസ്വരൂപത്തിലായിരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മസ്വരൂപത്തിലായിരുന്ന മനുഷ്യരെ ദൈവം ശരീരത്തിൽ ഭൂമിയിൽ ജനിപ്പിച്ചതാണ് ആദാമിലൂടെ. പറഞ്ഞു വരുന്നത്, ആദാമിനെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ആത്മാവിൽ ദൈവത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. Thank you Holy Spirit. Hallelujah. 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 Thank you Holy Spirit. ഇതാണ് ദൈവപരിജ്ഞാനം. അങ്ങനെ ജനിപ്പിച്ച, എന്നെ പ്ലാൻ ചെയ്ത ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചുമ്മാതെ വന്നതല്ല, ഞാൻ ചുമ്മാ ജനിച്ചതല്ല. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചുമ്മാ ജനിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പദ്ധതിയുണ്ട്. എന്നെ ജനിപ്പിച്ചതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. അത് പാസ്റ്റർ ആകുക, പാസ്റ്റർ അമ്മയാകുക, അതൊന്നും അല്ല മെയിൻ വിഷയം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് തന്നെ ഒരു ദൈവ പദ്ധതിയുണ്ട്. അത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകാം, കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാകാം. ഹല്ലേലൂയ. ഏതിനകത്തും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഓക്കേ, ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയെ മറയ്ക്കുക എന്നുള്ളത് ഇരുട്ടിന്റെ പദ്ധതിയാണ്. ഹലോ, ഇത്രയും വചനം പറഞ്ഞ് മനസ്സിലായി. ആദിയിലെ തലമുറ വിളിച്ചു, നമ്മൾ അപ്പോഴും ആദിയിൽ എന്നെ വിളിച്ചു. ഇങ്ങനെ നോക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല. ഇപ്പോഴും എന്ത് ചിന്തിക്കും? ഈ കുടുംബത്തിൽ വന്നു പോയല്ലോ, ഇതേ ചിന്തിക്കുന്നു. ഇല്ലേ? ഇനി എന്നാ ആദ്യം എന്നൊക്കെ പറഞ്ഞാലും വചനം സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് സാഹചര്യം സ്വീകരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ശരിയല്ലേ? അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ? ഇനി നോക്കി, ഞാൻ മുമ്പിലോട്ട് വരട്ടെ. സങ്കീർത്തനം 139 13 മുതൽ വായിച്ചു. 139 13 മുതൽ വായിച്ചു. നിർമ്മിച്ചത് മെടഞ്ഞു.
നിയമിക്കപ്പെടുന്ന ആളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. നോക്കി, എന്നെ നോക്കി, ശ്രദ്ധിച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിന്റെ പല വിശദീകരണങ്ങൾ ഇപ്പോൾ വായിച്ച വാക്കുകളുടെ അകത്തുണ്ട്. യോബിനോട് പറയുന്നു, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് ഭൂമിയുടെ അളവ് പോലെ, അതിന്റെ മൂലക്കല്ല്, അതിന്റെ നീളം എന്നൊക്കെ പറഞ്ഞതുപോലെ കുറെ ഭാഗങ്ങളാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നെ കുറിച്ച്, നമ്മളെ കുറിച്ച്, അതെല്ലാം കൊണ്ട് പറയാൻ പറ്റും. ഹല്ലേലൂയ. നോക്കി, എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം വായിച്ചു. 16 ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ. അതായത് ഇനി പറയുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതിന്റെ മെയിൻ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായി ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അതായത് ഞാൻ ആദിയിലെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി നമുക്ക്. കാര്യം വചനം നമ്മൾ കണ്ടു, വചനം സത്യമാണ്. സത്യം മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പിന്നീട് പറഞ്ഞു, ഒരു മുട്ടുപിൻ പോലും ഒരു ഉദ്ദേശമില്ലാതെ ഉണ്ടാക്കപ്പെടുന്നില്ല. ആദ്യമേ ഉദ്ദേശമാണ് മനസ്സിൽ വരുന്നത്, അതിനുശേഷമാണ് സാധനം സൃഷ്ടിക്കുന്നത്. ശരിയല്ലേ? നോക്കി, യൂട്യൂബ് വന്നത് എങ്ങനെയെന്ന് അറിയാമോ നിങ്ങൾക്ക്? യൂട്യൂബ് ഉണ്ടായത് എങ്ങനെയെന്ന് അറിയാമോ? യെസ്, ഹല്ലേലൂയ. ഒരു സഭയിൽ ഒരു പാസ്റ്റർ നല്ല മെസ്സേജ് കൊടുക്കുകയാണ്. ആ സഭയിലെ മെസ്സേജ് കേട്ടിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾ, ചില ചെറുപ്പക്കാർക്ക് തോന്നി, ഈ മെസ്സേജ് ഒത്തിരി അധികം ആൾക്കാർ കേട്ടിരുന്നെങ്കിൽ അവർക്ക് ബ്ലെസ്സിങ് ആകുമല്ലോ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ബുദ്ധിയിൽ ദൈവം ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തു. ഇന്ന് ആ സാധനത്തിന്, ആ യൂട്യൂബ് എന്നുള്ള സാധനത്തിനകത്ത് ഇല്ലാത്ത ഒരു കാര്യമില്ല. ശരിയാണോ? അത് കൊടുത്തത് ദൈവമാണ്. പക്ഷെ അതിന് പിന്നിൽ ഒരു ചിന്ത വന്നു, ഈ കാര്യങ്ങൾ അധികം പേര് കേട്ടിരുന്നെങ്കിൽ അധികം പേര് ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ചിന്തിച്ചു. എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് അറിയത്തില്ല. ഈ ചിന്തയ്ക്കകത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം ഇടപെട്ടു. ഇങ്ങനെ ചില ഐഡിയകളെ കൊടുത്തപ്പോൾ ഹല്ലേലൂയ, യൂട്യൂബ് എന്നുള്ള ഒരു സംഭവം വന്നു. ഇന്ന് അതിന്റെ വരുമാനം കൊണ്ട് എത്രയോ ആൾക്കാർ ജീവിക്കും. ഒരു അമ്മച്ചി വീട്ടിൽ കഞ്ഞി കറി വെച്ചാലും അത് യൂട്യൂബിലിടുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അമ്മച്ചി പൈസ വാങ്ങിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ജീസസ് നെയിം, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യൂട്യൂബ് ചുമ്മാതെ വന്നതല്ല. ആദ്യം യൂട്യൂബ് എന്നുള്ള പേരൊന്നും അല്ല വന്നത്. ആദ്യം എന്തോ അങ്ങനെ ഒരു ഐഡിയ വന്നു. ആ ഐഡിയ എക്സിക്യൂട്ടാണ്. അതുപോലെ മുട്ടുപിന്നിന്റെ ഉപയോഗം എന്തെന്ന് ആരൊക്കെ ചിന്തിച്ചു. ഇങ്ങനെ 2 പേപ്പറുകളെ ഇങ്ങനെ കുത്തി കെട്ടാൻ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിച്ചപ്പോഴേക്കും മുട്ടുപിൻ വന്നു. അപ്പൊ അതുപോലെ ഹല്ലേലൂയ, ദൈവം ആദിയിലെ നമ്മളെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിന്റെ ഹല്ലേലൂയ ഒരു അടുത്തൊരു ഘട്ടം എന്താ പറയാ, ഹല്ലേലൂയ എന്ന് പറയാ, ദൈവത്തിന്റെ പക്ഷത്ത് നമ്മൾക്ക് ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഈ ലൂസിഫർ വീഴുന്നതിന് മുമ്പ് അവിടുത്തെ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ എന്താ പറയുക, ലൂസിഫറിന് തോന്നി എനിക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ നിന്ന് കയറണം. അപ്പൊ കയറണമെന്ന് തോന്നിയപ്പോ സംഭവം ഇത് പുള്ളി ഏറ്റവും മൂട്ടിലേക്ക് പോകും. ഏറ്റവും മൂട്ടിൽ പോകുന്നപ്പോ ദൈവത്തിന്റെ കാര്യപരിപാടികൾക്ക് ചേഞ്ചസ് വന്നപ്പോ ഭൂമി എല്ലാ അന്തരീക്ഷങ്ങൾക്കും ചേഞ്ച് വന്നു. യെസ്, ഹല്ലേലൂയ. അപ്പൊ ആ ചേഞ്ച് വന്ന ഭൂമിയിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ചേഞ്ചസ് വന്ന ഭൂമിക്കകത്താണ് ആദാമിനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് നമ്മൾ ശരീരത്തിൽ ഭൂമിയിൽ വന്നത്. ശരീരത്തിൽ ഭൂമിയിൽ വന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിന് മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. അതിനു മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ശരീരത്തിൽ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശരീരത്തിൽ വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓക്കേ, ഇനി ഹല്ലേലൂയ, അങ്ങനെ നമ്മൾ ആത്മസ്വരൂപത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളെ നോക്കി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഈ വ്യക്തി ഈ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ ആ പൈശാചിക പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആയിരിക്കും. അതിനെ അഴിച്ചു കളയണമെങ്കിൽ ഈ കുടുംബത്തിൽ ഈ വ്യക്തി ജനിക്കണം. ആമേൻ, ഹല്ലേലൂയ. നോക്കിയേ, നോഹയുടെ കാലഘട്ടം പോലെയല്ല പിമ്പിലുള്ള കാലഘട്ടം.
ഹല്ലേലൂയ. ഓരോ കാലഘട്ടം സഭ തുടങ്ങിയ കാലഘട്ടം പോലെയല്ല ഈ കാലഘട്ടം. പാപം അതിന്റെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അതിനെ തോൽപ്പിക്കണമെങ്കിൽ ഹല്ലേലൂയ അതത് ഘട്ടങ്ങളിൽ ജനിക്കാൻ ആര് ജനിച്ചാൽ ആ വ്യക്തിയിലൂടെ എന്റെ പദ്ധതികളെ പൂർത്തീകരിക്കാമെന്ന് ദൈവം തീരുമാനിച്ചു. നമ്മൾ എന്തിനാ കേരളത്തിൽ ജനിച്ചത്? വേറെ എവിടെയും ജനിച്ചാൽ പോരാണ്. ഈ സമയത്ത് എന്തിനാ ജനിച്ചത്? ഇച്ചിരി കൂടെ നേരത്തെ ജനിച്ചാൽ പോരാ, അല്ലെ താമസിച്ച് ജനിച്ചാൽ പോരാ. ഈ കുടുംബത്തിൽ എന്തിനാ ജനിച്ചത്? അല്ലേലേ കുടുംബം പിടിക്കത്തില്ല, പിന്നാണ് ഈ കുടുംബത്തിന് തന്നെ ജനിച്ചത്. പക്ഷെ അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഈ കുടുംബത്തിൽ തന്നെ ഈ വ്യക്തി ജനിക്കണം, എന്നിട്ട് ആ വ്യക്തിയെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ആ കുടുംബത്തിലും ആ ദേശത്തിലും ഇങ്ങനെ ദൈവം ചില കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഇനി നിങ്ങളെക്കുറിച്ച് അറിയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ഒരു പുസ്തകമുണ്ട്. ആമേൻ. ആ പുസ്തകത്തിൽ ദൈവം വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആമേൻ. അതെങ്ങനെ അറിയാം? അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ എഴുതിയ എഴുത്തിന്റെ ചില അംശങ്ങളാണ് പ്രവചനത്തിലൂടെ ദേവദാസന്മാർ നിങ്ങളോട് പറയുന്നത്. പ്രവചനം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോ ഈ പ്രവചനം എന്നുള്ളത് ദൈവം പുസ്തകത്തിൽ എഴുതിയ കാര്യത്തിന്റെ ഒരംശം ഒരാളിന് ദൈവം കൊടുക്കുക. ആ ദൈവം കൊടുക്കുക. നമ്മൾ പറയും ഈ ഒപ്പിനെ പോലെ. ഞാനിത് കുറെ കേട്ടതാ. അറിവില്ലാത്ത വാക്കുകളാൽ ദൈവത്തിന്റെ ആലോചനയെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ തള്ളികളെ മറിച്ചു കളയും. അപ്പം ദൈവത്തിന് പറയുന്നത് അറിയാമോ? പ്രവചനത്തിൽ അല്ല പുസ്തകത്തിൽ, ബൈബിൾ എന്നല്ല ഞാൻ പറയുന്നത്, ബൈബിളിനകത്തും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്നെ കുറിച്ചൊരു പുസ്തകം വേറെ ഉണ്ട്, നിങ്ങളെ കുറിച്ചൊരു പുസ്തകമുണ്ട്. അതിന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എൻ്റെ ഭാഷയിൽ ഡെസ്റ്റിനി ബുക്ക് എന്ന് പറയും. ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ എന്തുവാ മക്കൾ പറഞ്ഞു? നമ്മുടെ പച്ച മലയാളത്തിൽ തലയിൽ എഴുത്തുന്നത് നമ്മൾ പറയത്തില്ല ഒരു സാധനം, അത് പറയുമല്ലോ. ഈ തലയിൽ എഴുത്തെന്ന് പറയുന്ന സാധനം ഒരു ഒറിജിനൽ എഴുത്തുണ്ട്. നമ്മൾ ഈ ഒറിജിനൽ എഴുത്ത് അറിയത്തില്ല. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് എഴുതിയ ഡെസ്റ്റിനി ബുക്ക്. മനസ്സിലായില്ലേ? അപ്പൊ തലയിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ സംഭവിച്ച കാര്യം എന്തുവാ? ആദാം പാപം ചെയ്തപ്പോൾ തലയിൽ എഴുതിയതിന്റെ മീതെ കൂടെ ഒരെഴുത്തും കൂടെ എഴുതി. എന്റെ അപ്പന്മാർ പാപം ചെയ്തപ്പോൾ അതിന്റെ മീതെ പിന്നെ എഴുതി. എന്റെ അപ്പനും അമ്മയും പാപം ചെയ്തപ്പോൾ പിന്നെ ഒരെഴുത്ത് എഴുതി. എന്റെ പാപം കൂടെ ആയപ്പോൾ അതിന്റെ മീതെ. അപ്പൊ ഒറിജിനൽ എഴുത്തിന്റെ മീതെ നോക്കി, ഞാനിവിടെ ആ എഴുന്ന് എഴുതിയിട്ട് ഒരു 10 പ്രാവശ്യം ആയം എഴുതിയത് എന്തായിരിക്കും അതിന്റെ മീതെ കൂടെ? ഇനി ആയാണോ ഊവാണെന്ന് മനസ്സിലാകത്തില്ല. ശരിയല്ലേ? അപ്പൊ ആയാണ് എഴുതിയത്, ഒറിജിനൽ എഴുത്ത്. 10 പ്രാവശ്യം ആദാം വീണപ്പോൾ ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നു. അപ്പൊ ഒരെഴുത്ത് അതിന്റെ മീതെ കൂടെ വന്നു. പിന്നെ എന്റെ അപ്പൻ തീരെ മോശമൊന്നുമല്ലല്ലോ. അപ്പനും ഇങ്ങനെ പിതാക്കന്മാരുടെ വശം, മാതാക്കന്മാരുടെ വശം, ഇവരെല്ലാവരും ഓരോ ഘട്ടങ്ങളിൽ വന്നപ്പോൾ എല്ലാം ഒറിജിനൽ തലയെഴുത്തിന്റെ മീതെ ഡ്യൂപ്ലിക്കേറ്റ് എഴുത്തുകൾ ഇങ്ങനെ എഴുതി വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്തിനാ വന്നേന്ന്? ഇത്ര എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു മുട്ടുപിന്നിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ എനിക്കൊരു പർപ്പസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന്റെ പരാജയം. ഞാൻ പറഞ്ഞത് ഇന്ന് പോയി പാസ്സാകണ ആഹാരത്തിലല്ല. ഹല്ലേലൂയ. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്നൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ, ദൈവത്തിന്റെ പുസ്തകത്തിൽ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനി എന്നൊരു കോളമുണ്ട്. വിദ്യാഭ്യാസത്തിൽ നീ ഏതാകണം, എന്താകണം, ഈ ഒരെഴുത്ത്
വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എന്നെ ഉൾപ്പെടെ നമ്മളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഴുത്തിൻ്റെ മീതെ പിശാച് എഴുതിയപ്പോൾ നമ്മൾ കപ്പ് മരിച്ചിന് മുട്ടിൽ പോയി, അല്ലെങ്കിൽ പേരയ്ക്കൻ്റെ പേരയുടെ മണ്ടയിൽ, മാവിൻ്റെ മണ്ടയിൽ നമ്മൾ കടൽ തീരത്തോട്ട് കടൽക്കരയിലൊക്കെ പോയിരുന്നു. ഈ എഴുത്തിൻ്റെ മീതെ വേറെ എഴുത്ത് എഴുതിയപ്പോൾ നമ്മൾ പഠിക്കാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം ദൈവം എഴുതിയില്ലെന്ന് അർത്ഥമില്ല. ഒരു തലയിലെഴുത്തുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിൽ ഈ രീതിയിലായി തീരണമെന്ന് ഒരു എഴുത്തുണ്ടായിരുന്നു. ആദാം പാപം ചെയ്തപ്പോൾ അതിൻ്റെ മീത് വേറൊരു എഴുത്തായി, അപ്പൂപ്പന്മാർ അത് വേറെ എഴുത്തായി, എൻ്റെ അപ്പനും അമ്മയും വേറെ എഴുത്തായി, ഇനി ഞാനും കൂടെ ആയപ്പോൾ തൃപ്തിയായി. പുസ്തകത്തിൽ എഴുതിയ എഴുത്തിന്റെ മീതെ ഡ്യൂപ്ലിക്കേറ്റ് എഴുത്തെഴുതിയപ്പോൾ കാഴ്ച കുറഞ്ഞു വരുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, പത്രം വായിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയാലേ വല്ലതും മനസ്സിലാവുന്നുള്ളൂ. എന്നെ നോക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്തിനാ ഞാൻ ജനിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇച്ചിരിയൊക്കെ മനസ്സിലാക്കിക്കാനാണ് ദൈവം പ്രവചനത്തിൽ കൂടെ ഇങ്ങനെ പറയുന്നത്. കുഞ്ഞെ, നിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിന്നെ ഞാൻ ഇങ്ങനെ കാണുന്നു. യോസേഫിന് ദൈവം എന്തിനാ സ്വപ്നം കൊടുത്തത്? ഒരു കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, 11 കറ്റകൾ താഴ്ന്നു കിടക്കുന്നു, നമസ്കരിക്കുന്നു. എന്തിനാ സ്വപ്നം കൊടുത്തത്? സ്വപ്നം കൊടുത്തപ്പോൾ ഹല്ലേലൂയ, ദൈവം യോസേഫിനെ കുറിച്ചുള്ള ഡെസ്റ്റിനിയെ യോസേഫിന് സ്വപ്നത്തിൽ കൂടെ പരിചയപ്പെടുത്തുക. എല്ലാ സാഹചര്യത്തിലും ഒറ്റയ്ക്കാണെങ്കിലും ഈ ഒറ്റ സ്വപ്നം അവനെ നിർത്തി, അവനത് എത്തിച്ചേർന്നു. ശരിയല്ലേ? ആമേൻ. കാര്യം എന്തുവാ? ഈ സ്വപ്നത്തെ ദൈവം അവന്റെ ഹൃദയത്തിലും അവന്റെ മനസ്സിലും അങ്ങ് എഴുതി. ഞാൻ ഒരു മുട്ടുപിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെ ദൈവം ഭൂമിയിൽ ജനിപ്പിച്ചതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഹല്ലേലൂയ ഒരു നേതൃത്വത്തിൽ എത്തേണ്ടതാണ്. അതുകൊണ്ടാണ് പുള്ളി എല്ലായ്പ്പോഴും പറഞ്ഞത്, ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഓടുന്നത്. സഹോദരന്മാർ വരുമ്പോൾ പറയുന്നത് എന്തുവാ? ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ പുള്ളിയുടെ അകത്ത് പുള്ളിയെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയ കാര്യം പുള്ളിയുടെ ഹൃദയത്തിൽ ഉറച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഉറയ്ക്കാതെ നമ്മൾ പറയും, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാ, ഭാര്യ ഇങ്ങനെയാ, അപ്പൻ ഇങ്ങനെയാ, പാസ്റ്റർ ഉണ്ടല്ലോ അതങ്ങനെയാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ? ഹല്ലേലൂയ. യോസേഫിനോട് ഒരു സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടിട്ട് യോസേഫേ എന്ന് ഇങ്ങനൊന്നും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ആ സ്വപ്നത്തിന്റെ മീനിങ് ഞാനിപ്പോ പറയുന്നത്, അത് അവനും മനസ്സിലായി. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം ഇതാണ്. അത് മനസ്സിലായപ്പോൾ അവന്റെ പ്രയോറിറ്റി ദൈവമായി. നോക്കിയേ, നിങ്ങൾ പൊട്ടക്കുഴിയിൽ വീണപ്പോൾ എന്നോട് ചേർന്നൊരു വചനമുണ്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. താഴോട്ട് പുള്ളി പറഞ്ഞു കാണും, ദൈവമേ എന്നെ സൂക്ഷിക്കണം, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പോത്തിഫറിന് വിൽക്കുമ്പോൾ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഒരു ഷർട്ട് പോലും നേരെയില്ല, പക്ഷെ അവൻ ചെയ്യുന്നത് സാധിക്കുന്നത് യജമാനൻ കാണും. അടിമയുടെ വസ്ത്രമായിട്ടിരിക്കുന്നത്, പക്ഷെ ഇവൻ ചെയ്യുന്നത്, ഇവൻ കൈവയ്ക്കുന്നതെല്ലാം ഡെവലപ്പ് ആകുന്നു, അനുഗ്രഹമാകുന്നു, അഭിവൃദ്ധിയാകുന്നു. ആര് കണ്ടു? പോത്തിഫർ കണ്ടു. പൈസ ഉള്ളതാർക്കാ? പോത്തിഫറിന്. ബന്ധങ്ങളുള്ളതാർക്കാ? പോത്തിഫറിന്. ജോലിയുള്ളതാർക്കാ? പോത്തിഫറിന്. മാന്യതയുള്ളതാർക്കാ? പോത്തിഫറിന്. പക്ഷെ ആ പുള്ളി ഇങ്ങോട്ട് നോക്കുമ്പോ ഇതൊന്നും ഇല്ലാത്ത പോത്തിഫർ അല്ല, യോസേഫ് തൊട്ടാൽ അനുഗ്രഹം. കാര്യം എന്തുവാ? യഹോവ അവനോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ ബോധം അവൻ മനഃപൂർവമായി സ്വീകരിച്ചു. മനസ്സിലായോ? നമ്മൾ പ്രശ്നം എന്തുവാ? നമ്മൾക്ക് ഈ പുസ്തകത്തിൽ എഴുതിയ കാര്യമൊന്നും അറിയത്തില്ല, പ്രവചനമൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിയും വരത്തില്ല. ബാക്കി നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ അകത്ത്. ഹലോ, ഓക്കെ. ദൈവം ഇടപെട്ടതെല്ലാം നിങ്ങൾ നോക്കണം. ഹലോ, ദൈവം ഇടപെട്ടതെല്ലാം അവരുടെ പർപ്പസുകളെ പറഞ്ഞു കൊടുക്കാൻ. ഈ നേരിട്ട് ഈ വാക്കില്ലെന്നേ ഉള്ളൂ. അബ്രഹാമിനെ വിളിച്ചിട്ട് നിന്റെ ദേശത്തെയും ദുർഭവന്റെ ചാർച്ചക്കാരൻ വിട്ട് പുറത്തു വരാൻ പറഞ്ഞ എന്തിനാ? ഹല്ലേലൂയ. അബ്രഹാമിന് നിന്നെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതേപോലെ ചില കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ ചില അളവ് ഞാൻ പറയാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ആമേൻ. ഇതെപ്പോഴെഴുതിയ? ആദിയിൽ എഴുതിയ കാര്യം അബ്രഹാമിന് അറിയത്തില്ല. പക്ഷെ ദൈവം ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം ഒന്ന് നിന്റെ ഡെസ്റ്റിനി ഇതാണ് അങ്ങനൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ബുദ്ധി പതുക്കെ തെളിഞ്ഞു വന്നു. ആമേൻ, ആമേൻ. ഇങ്ങനെ നോക്കി ഇങ്ങനെ മുമ്പിലോട്ട് വരുമ്പോൾ യാക്കോബിന് നമുക്കറിയാം. യാക്കോബ് അപ്പനെയും പറ്റിച്ച്, ഹല്ലേലൂയ, സഹോദരനെ പറ്റിച്ച് എല്ലാം ഓടി രാത്രി ഒരിടത്ത് പോയി കിടക്കുമ്പോൾ കല്ല് തലയണായിട്ട് വെച്ച് ഉറങ്ങുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവയുണ്ട്, ഒരു സ്വപ്നം. ഇത്രയും പോക്രിത്തനം കാണിച്ച് എന്റെ കൂടെയും ദൈവമുണ്ടോ? മനസ്സിലായോ? അതിലൂടെ ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദേശമാണ്, നിനക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. ഈ ഡെസ്റ്റിനി എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചില്ല. നിന്നെക്കുറിച്ച് എനിക്കൊരാഗ്രഹം, ഇതൊന്നും പറഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ടോ? പുസ്തകത്തിൽ എഴുതിയ യാക്കോബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയതിനെ ദൈവം പതുക്കെ തുറന്നു കൊടുക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം യാക്കോബിനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതി. എപ്പോഴാ? ആദ്യം മുതൽ തലമുറകളെ വിളിക്കുമ്പോ എഴുതിയത്. അതിന്റെ ഒരു അംശം ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു. ഓ, നോക്കി, അവന്റെ ജീവിതം മാറിയില്ലേ? ഒരു വടിയോട് കൂടെ പോയവൻ തിരിച്ച് 2 കൂട്ടമായി തിരികെ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടത്തില്ല. ദൂതനോട് പറയുകയാണ്. ഓക്കെ, എന്തായിരിക്കും നിനക്ക് വേണ്ടിയത്? ഒരു വടിയായി പോയവൻ 2 കൂട്ടമായില്ലേ? ഇനി എന്താ അനുഗ്രഹം? പുള്ളി പറയും, ഇതല്ല, എന്തോ സ്പിരിച്വലായി ചില കാര്യങ്ങൾ നടക്കാൻ. മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന്റെ കാര്യമല്ല. എന്നെ കുറിച്ച് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന്റെ മേഖലയിലും ദൈവം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം ആത്മീകത്തിനകത്തും ചിലത് എഴുതിയിട്ടുണ്ട്. ആമേൻ. അപ്പം ദൈവം എഴുതിയതിന്റെ കൂട്ടത്തിൽ എഴുതിയ ഒരു കാര്യമാണ്, യാക്കോബ് എന്നുള്ള പേരല്ല ദൈവം എഴുതിയത്, ഇസ്രായേൽ എന്നുള്ള പേര് എഴുതി. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി പിടിക്കുന്നത്. എന്റെ എഴുത്ത് ഇതല്ല, ഒറിജിനൽ എഴുത്ത്, ഒറിജിനൽ സംഭവം ഇനിയും വരാനുണ്ട്. ആമേൻ. ഒറിജിനൽ സംഭവം ഇനിയും വരാനുണ്ട്. അല്ലു, ഇതൊക്കെ വന്നതല്ല, ശരിയാ, ഇതെല്ലാം തന്നത് ദൈവം തന്നെയാണ്. ഇനി നോക്കി, ഇതെങ്ങനെ വർത്തനം വന്നത്? വർത്തനം സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ ഒരു വർത്തനം എങ്ങനെ വന്നത്? അതും ദൈവം ഒരു സ്വപ്നം കൊടുത്തു, ഇല്ലേ? ആടുകൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു സ്വപ്നം കൊടുത്തു. അപ്പൊ സമ്പത്തുണ്ടാക്കുവാൻ യഹോവയല്ലോ ശക്തി നൽകുന്നത് എന്ന വചനപ്രകാരം മനസ്സിലാവുന്നുണ്ടോ? യഹോവ ഒരു പ്ലാൻ കൊടുത്തു. യഹോവ ഒരു പ്ലാൻ കൊടുത്തു. ആമേൻ. ആ പ്ലാൻ അവൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ വർക്കൗട്ടാണ്. ഞാൻ പറയും, ഹല്ലേലൂയ. നോക്കി, ഒരു സ്വപ്നം മതി നമ്മുടെ ജീവിതം മാറി. ഒരു വാക്ക് മതി, ഒരു സ്വപ്നം മതി. ദൈവത്തിന്റെ ഇടപെടൽ, അതായത് എന്നെ കുറിച്ചുള്ള പർപ്പസിന്റെ ഒരംശം, ഞാൻ പറഞ്ഞ ഒരംശം എനിക്ക് ശരിയാം വണ്ണം മനസ്സിലായാൽ, അത് വിദ്യാഭ്യാസത്തെ കുറിച്ചാകട്ടെ, ജോലിയെ കുറിച്ചാകട്ടെ, മിനിസ്ട്രിയെ കുറിച്ചാകട്ടെ, ശരിയാവണ്ണം ഒരർത്ഥം മനസ്സിലായാൽ നമ്മുടെ ജീവിതം, എന്റെ ഉൾപ്പെടെ നമ്മുടെ ജീവിതം എല്ലാം മാറും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ. ഓക്കേ, ഹല്ലേലൂയ. ഞാൻ മുമ്പിലോട്ട് പറഞ്ഞു പോകട്ടെ. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തിനും എത്ര സ്ട്രഗിൾ ഉണ്ടായെന്ന് അറിയാമോ? നമുക്ക് എന്തിനും എത്ര പ്രശ്നം ഉണ്ടായെന്ന് അറിയാമോ? ഒരു കാരണവശാലും ഈ പർപ്പസ് നമ്മൾ അറിയരുത്.
പർപ്പസ് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കും. പോകത്തില്ല, അതെല്ലാം ദൈവകൃപ. പക്ഷെ ഒരു ആഗ്രഹം വരും. ശരിയാണോ? ഒരു ആഗ്രഹം വരും. അപ്പൊ ആഗ്രഹം ഹല്ലേലൂയ വരുമ്പോൾ അതിനോട് ചേർന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെ വരും. ആമേൻ. അപ്പൊ ദൈവം ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രവചനം റിലീസ് ചെയ്യുന്നതിന്റെ കാര്യം എന്തുവാ? ഒരു പ്രവചനം റിലീസ് ചെയ്യുന്നതിന്റെ കാര്യം എന്തുവാ? നമ്മൾ നോക്കി പറയുക, നിന്റെ മനസ്സൊന്ന് പതുക്കെ ചേഞ്ച് ആക്കി. യോബിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വലിപ്പത്തെ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ? യോബ് തന്റെ പ്രശ്നങ്ങളുടെ വലിപ്പം മാത്രം കാണുന്നു. 10 മക്കൾ, ആർക്കാ സഹിക്കാൻ പറ്റും? ആട് ആർക്കാ സഹിക്കാൻ പറ്റും? ശരീരം ആർക്കാ സഹിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, യോബിന്റെ കുറ്റമല്ല, ആർക്ക് സഹിക്കാൻ പറ്റും? പക്ഷേ ഹല്ലേലൂയ, ദൈവം വന്ന് ദൈവത്തിന്റെ വലിപ്പം പറഞ്ഞു. ഇത്രയും വലിപ്പമുള്ള ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. പുള്ളിയുടെ ലൈഫ് മാറി. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയാണ് പുള്ളിയുടെയിലേക്ക് മടങ്ങി. ഓക്കെ, ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്ര സ്ട്രഗിൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ദൈവം എഴുതിയ ഒറിജിനൽ പ്ലാൻ നമ്മൾ മനസ്സിലാക്കരുത്. മനസ്സിലാക്കിയാൽ അതിലേക്ക് പ്രവേശിക്കരുത്. പ്രവേശിച്ചാൽ ചെയ്യരുത്. ചെയ്താൽ 100% ചെയ്യരുത്. പക്ഷെ ദൈവം പറയുന്നു, ഞാനാണ് ഈ വ്യക്തിയെക്കുറിച്ച് എഴുതിയെങ്കിൽ ഞാൻ തന്നെ ഈ വ്യക്തിയിലൂടെ തന്നെ പൂർത്തീകരിക്കും. അതാണ് യോനയിൽ ചെയ്ത് കാണിച്ചത്. യോനയുടെ അക്കൗണ്ടിൽ നിനവയുടെ 1,20,000 ചില്ലുവാരം ജനത്തിനെ യോനയുടെ അക്കൗണ്ടിൽ എഴുതിയിട്ടിരിക്കുക. മനസ്സിലായില്ലേ? യോനയുടെ അക്കൗണ്ടിൽ എഴുതിയിട്ടിരിക്കുക. ദൈവം ആദിയിലെ വിളിച്ചപ്പോൾ എഴുതിയിട്ടിരിക്കുക. പുസ്തകത്തിൽ, യോനെ കുറിച്ചുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുകയാണ്. യോനെ മുഖാന്തരം നിനവേല് 1,00,000 ചില്ലുവാനം ജനം ദൈവസന്നിധിയിൽ എത്തിച്ചേരും. അപ്പൊ ഇതിന് വിരുദ്ധമായിട്ടാണ് യോന തർശീസിലേക്ക് പോകുന്നത്. ആമേൻ. ഡെസ്റ്റിനിക്ക് വിരോധമായാ പോകുന്നത്. അതിന്റെ കാരണം എന്തായിരുന്നാലും ഹല്ലേലൂയ, സംഭവിക്കുന്ന കാര്യം എന്തുവാ? ദൈവം യോനെ കുറിച്ച് ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയതിന് വിരുദ്ധമായിട്ടാണ് യോന മൂവ് ആകുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു നമുക്കറിയാം. ആ സാഹചര്യത്തിനകത്തുകൂടെ പുള്ളി മാനസാന്തരപ്പെട്ടു. ആമേൻ. മാനസാന്തരപ്പെട്ടപ്പോൾ ഈ 1,20,000 ചില്ലുവാൻ അക്കൗണ്ടും പുള്ളിയുടെ കീഴിൽ തന്നെ ദൈവം കൊണ്ടങ്ങ് കൊടുത്തു. അപ്പൊ ദൈവം പറഞ്ഞ കാര്യം എന്തുവാ? ഞാൻ യോനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മുടക്കാൻ ഇനി യോനയ്ക്കെന്നല്ല, യോനയുടെ അപ്പനും പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവം ചോദിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കും, അതിനെ തടുക്കുന്നവൻ ആർ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കും, തടുക്കുന്നവൻ ആർ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിപ്പമായി പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ദൈവപ്രവർത്തികളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തിന്മകളും ഇരുട്ടിന്റെ ശക്തികളും ഒരിടത്തും ചലിക്കത്തില്ല. ചലിക്കുന്നു എന്നൊക്കെ തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ്റത്തില്ല. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കാര്യം എന്താ? എഴുതിയവനാണ്. ഹല്ലേലൂയ. എഴുതിയ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്, ആകാശത്തെ വിരിച്ചവനാണ്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ഈ ദൈവപരിജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, എഡ്യൂക്കേഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കെല്ലാവർക്കും, മുതിർന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇനി പോയി സ്കൂളിൽ പോയി കോളേജിൽ പോയി ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ പറഞ്ഞിരിക്കുക, കർത്താവ് സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. എൻ്റെ ഡെസ്റ്റിനിയിൽ നീ എഴുതിയ വിദ്യാഭ്യാസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നെ നീ ദൈവ വിഷയമായി സമ്പന്നനാക്കി എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ജനമാണ്. പക്ഷെ അവർ വായി തുറന്നാൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. കാര്യം എന്തുവാ? അവരുടെ വിദ്യാഭ്യാസത്തെ
പക്ഷേ നിങ്ങൾ ലൂക്കോസിന് സുവിശേഷം 24:45 വായിച്ച് അപ്പോസ്തലന്മാരുടെ ബുദ്ധിയെ കർത്താവ് അങ്ങ് തുറന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് തുറന്നു കൊടുത്തു. അതിന്നിവിടെ സംഭവിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, 80 വയസ്സായി 50 വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി. പക്ഷേ അങ്ങനെ മുടക്കിയ പിശാചിനോട് പ്രതികാരം ചെയ്യാൻ കർത്താവ് എന്നെ ദൈവ വിഷയമായി സമ്പന്നനാക്കണമേ. ഒരാഗ്രഹം പറഞ്ഞാൽ, ഒരാഗ്രഹം ദൈവത്തോട് പറയാൻ പറ്റിയാൽ ആ ആഗ്രഹത്തിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവങ്ങ് ചലിക്കും, വെളിപ്പാടിൻ്റെ ആത്മാവങ്ങ് ചലിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതാണ് അപ്പോസ്തലൻ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്, പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ. നോക്കിയേ, ഇനി പത്രോസിന്റെ അല്ല പൗലോസിന്റെ കാര്യം വന്നുകൊണ്ടാണ് പൗലോസിന്റെ കാര്യം തന്നെ പറയാം. നോക്കിയേ, പൗലോസിനെ കുറിച്ച് ഡെസ്റ്റിൻ്റെ ഒരു കാര്യം എഴുതി, ജാതികൾക്ക് സുവിശേഷം അറിയിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം വലിയ ലിസ്റ്റ് എഴുതി. പുള്ളി നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. കുതിരപ്പുറത്ത് പോവുക, അഹങ്കാരത്തിന്റെ പുറത്ത് ചലിക്കുക. ദൈവം പുള്ളിയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ പുള്ളിയെക്കുറിച്ച് എഴുതിയ കാര്യത്തിന് വിരോധമായിട്ടാണ് പുള്ളി ചലിക്കുന്നത്. ഹല്ലേലൂയ. കുതിര എന്ന് പറയുമ്പോൾ ഒരു അഹങ്കാരത്തിന്റെ ലക്ഷണം, എനിക്കെന്തും പറ്റും എന്നുള്ള അഹങ്കാരത്തിന്റെ മണ്ടയിൽ ഒറ്റയടി അടിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? അവന്റെ പർപ്പസിലേക്ക് തിരികെ പോയി. അവനെ കുറിച്ച് ദൈവം പുസ്തകത്തിൽ എഴുതിയ കാര്യത്തിലേക്ക് പുള്ളി വന്നു. എന്നിട്ട് അവസാനം പറയുക, ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളെ ഞാൻ ചെയ്ത് തീർത്തു. പകുതി ആയുസ് തീർന്നേ, പകുതി ആയുസ് ദൈവത്തിന് വിരോധമായി നടന്ന് തീർന്നു. എന്നിട്ടും ബാക്കി പകുതി കൊണ്ട് പുള്ളിയുടെ ഡെസ്റ്റിനിയെ എഴുതി തീർത്തു. ഹലോ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് എഴുതിയതെല്ലാം കൃപയാൽ ചെയ്തു പൂർത്തീകരിച്ചു. ആമേൻ. മനസ്സിലാവുന്നുണ്ട്? ദൈവം പുള്ളി പറഞ്ഞ കാര്യം ഇതാണ്. ഓട്ടം തികച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവം അങ്ങനെ എടുക്കരുത്. പുള്ളിയെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയ കാര്യമെല്ലാം ചെയ്തു തീർത്തു. നോക്കി, ഇത് എല്ലാ മേഖലയും കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ദൈവം എഴുതി എഴുതും. ഏത് അളവിൽ പഠിക്കണം, ഏത് കോളേജിൽ പഠിക്കണം, ഏത് രാജ്യത്ത് പഠിക്കണം, ഇതെല്ലാം ദൈവം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നും മുതൽ സംസാരിക്കും, കർത്താവ് ഇങ്ങനെ ഒരു അങ്കിൾ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് പോകും, പക്ഷെ എനിക്ക് ഇത്രയും മനസ്സിലായി, എന്നെക്കുറിച്ച് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന അളവിൽ നീ ഒന്ന് ഇടപെടണം. ഞാൻ പറഞ്ഞത്, നമ്മൾ ഭയങ്കര ആത്മീയമായിട്ട് ആത്മീയവൽക്കരിച്ച് ദൈവത്തോട് പറയുമ്പോൾ ദൈവം നീ എന്തോടെ എന്നെ കളിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എനിക്കിങ്ങനെ തോന്നി, എനിക്ക് എന്നെ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഒരു അങ്കിൾ വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് മനസ്സിലാകുന്ന ആളെ പറഞ്ഞു തരണം. നിങ്ങൾക്കുള്ള മോഡ്, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന മോഡാണെങ്കിൽ ദേഷ്യത്തിൽ കർത്താവിനോടൊന്ന് പറയണം. ഉള്ള ദേഷ്യമെല്ലാം മനസ്സിൽ വെച്ചിട്ട് കർത്താവിനോട് സ്വത്രം ഒന്നും അറിയിക്കുന്ന കാര്യമൊന്നും മര്യാദ കളിക്കാൻ നിൽക്കരുത്. എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ടെന്ന് പറയാൻ തോന്നിയാൽ പറഞ്ഞോ. ശരിക്കും മസിൽ വിട് പോട്ട്. മനസ്സിലായി? നമുക്ക് ദേഷ്യമുണ്ട്. പ്രവചനം നടക്കാത്തതിന് ദേഷ്യമില്ലേ കർത്താവിന്? നടക്കാത്ത പ്രവചനത്തിന് പ്രദേശമില്ലേ കർത്താവിന്? ഇന്ന് വേറെ നോക്കിയില്ലാത്തതുകൊണ്ട് പിന്നെയും നമ്മൾ ചർച്ചയിൽ വരും. ചർച്ചയിൽ വന്നിട്ട് പിന്നെയും എന്താ പറയുക, എന്തൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് പേടിയാ. പറയാൻ തോന്നിയ സാധനം, അകത്ത് പറയുന്ന സാധനം ദൈവം കേട്ടില്ലേ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അപ്പൊ ചോദിക്കുന്ന ദൈവം കേൾക്കുമല്ലോ, അപ്പൊ നനയ്ക്കുന്നതും ദൈവം കേൾക്കുമല്ലോ. ചോദിച്ച കാര്യം ദൈവം കേൾക്കുമല്ലോ.
അപ്പൊ നനയ്ക്കുന്ന കാര്യം ദൈവം കേൾക്കുമല്ലോ. പിന്നെന്താ വായ കൊണ്ട് പറഞ്ഞാൽ? ദേഷ്യം തോന്നിയ പറയണം. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ പാസ്റ്റർ കളിക്കാൻ പോകും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാസ്റ്റർ കളിച്ചാലും കുഴപ്പമില്ല. ദൈവസന്നിധിയിൽ പാസ്റ്റർ കളിക്കാൻ പോകും. ദൈവസന്നിധിയിൽ ഒരു കൊച്ചായിട്ട് എന്താ പറയുക, അപ്പൊ പറ്റുന്നില്ല, എന്തെങ്കിലും കൃപ ഇങ്ങനെ പറയാൻ തോന്നി അങ്ങനെ പറയണം. ഭർത്താവിനെ മേയ്ക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൃപതാ പറ. ഭാര്യയെ നോക്കാൻ പറ്റുന്നില്ല, കൃപതാ പറ. അപ്പോ ഈ പിള്ളേരെ കൊണ്ട് വയ്യപ്പ, എനിക്ക് കൃപതാ അപ്പനോട് പറഞ്ഞു. പിള്ളേർ നോക്കി പറയരുത്, നമ്മളെല്ലാം നേരെ അങ്ങ് പറയാം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കി, ഞാൻ ഒരാളിനെ കൂടെ പരിചയപ്പെടുത്തി നമ്മൾ മുമ്പിലോട്ട് പോവുകയാണ്. നോക്കി, ഹല്ലേലൂയ. നോക്കി, ശമൂവേലിനെ നമുക്കറിയാം. ഹല്ലേലൂയ. 1 ശമൂവേൽ 1-ാം അധ്യായം. കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് ബൈബിളിൽ 1 ശമൂവേൽ 1-ാം അധ്യായം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. 1-ാം അധ്യായം നമുക്കറിയാം. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അല്ലല്ല, സോറി, 2-ാം അധ്യായം. 2-ാം സോറി, അതെ, തെറ്റിപ്പോയി. 3-ാം അധ്യായം എടുത്ത് ദൈവം ശമൂവേലിനോട് ഇടപെടുന്ന കാര്യം. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം വേറെ ഇല്ലായിരുന്നു. ഒരിക്കൽ മതി, ഞാൻ വായിച്ച് നിങ്ങൾക്കറിയാം, സമയമില്ല, പെട്ടെന്ന് പറയാം. നോക്കിയേ, ശമൂവേൽ ബാലൻ യഹോവയുടെ ഹല്ലേലൂയ വിളക്കിന്റെ അടുക്കൽ കിടന്ന് ഉറങ്ങി. ആലയത്തിൽ ആമേൻ ഉറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത എന്തുവാ? ആ സാഹചര്യത്തിന്റെ പ്രത്യേകത, ആ സമയത്ത് വചനം ഇല്ലായിരുന്നു, വചനം ദുർലഭമായിരുന്നു. ആ വാക്യം വായിച്ചെങ്കിൽ എന്ന് പറയാം, ദൈവത്തിന്റെ ഇടപെടലുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടം, ദൈവത്തോട് സഹകരിക്കാൻ ആളില്ലാത്ത ഒരു കാലഘട്ടം. ഓക്കെ, ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ശമൂവേൽ ബാലൻ കൊച്ചുകുഞ്ഞ് ഹല്ലേലൂയ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ നിലവിളക്കിന്റെ അടുക്കൽ പോയി കിടക്കുകയാണ്. എന്നിട്ട് ദൈവം വന്നിട്ട് ശമൂവേൽ എന്ന് വിളിച്ചു. അപ്പൊ 3 പ്രാവശ്യം വിളിച്ചു. അപ്പൊ 3 പ്രാവശ്യം പുള്ളി എവിടെ പോയി? ഏലിയുടെ അടുക്കൽ പോയി. ഓക്കെ, നമുക്കറിയാം. അതായത് ഹല്ലേലൂയ ഏലിയുടെ അടുക്കൽ പോയി. ഏലിയുടെ അടുക്കൽ പോയിട്ട് 3-ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഏലിക്ക് മനസ്സിലായി, ഇനി വിളിക്കുകയാണെങ്കിൽ യഹോവ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞു. നമുക്കറിയാം. ഹല്ലേലൂയ. ഇനി ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് 2 വാക്യങ്ങൾ വായിച്ച്. യഹോവ ശീലോവിൽ വെച്ച് നോക്കി വെളിപ്പെട്ട ശേഷം യഹോവ നോക്കി ശ്രദ്ധിക്കണം, ഒരു ഇടപെടൽ ഉണ്ടായി തുടങ്ങാൻ ശമൂവേലിന് കൺഫ്യൂഷൻ വന്നു. 3 പ്രാവശ്യം ഏലിയുടെ അടുക്കൽ പോയി. ശരിയാണോ? പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വായിച്ച വചന പ്രകാരം ഒരിടപെടൽ ഉണ്ടായതിനു ശേഷം വീണ്ടും 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 ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു ദൈവ ശബ്ദം കേട്ട് തുടങ്ങിയ അത് നടന്നുകൊണ്ടേയിരിക്കും. വചനം വായിക്കുമ്പോൾ ഒരു വെളിപ്പാട് വന്ന് തുടങ്ങിയാൽ അത് വന്നുകൊണ്ടേയിരിക്കും. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സൗഖ്യം നടന്നു തുടങ്ങിയാൽ അത് നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കത്തില്ലെന്ന് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ക്ലിയർ ആണെങ്കിൽ, ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിയ കാര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആമേൻ. ആ സമയത്ത് വചനമില്ല, ദർശനം
ഒട്ടുമില്ല. പക്ഷേ ഹല്ലേലൂയ, ഏലിനോട് മിണ്ടാൻ പറ്റത്തില്ല. ഏലിയുടെ മക്കൾ ദൈവസന്നിധിയിലില്ല. അന്തരീക്ഷം മൊത്തം മോശമോ, ദൈവത്തോട് സഹകരിക്കുന്ന ഒരാളുമില്ല. നോക്കിയേ, ഇവിടെ നിലവിളക്ക് കെടുന്നതിന് മുമ്പ് ഒരു കൊച്ചു പയ്യൻ അവിടെ പോയി കിടക്കണം. നോക്കിയേ, ഞാൻ നിലവിളക്ക് കെടുന്നതിന് മുമ്പേ എന്ന് പറയുന്നതിന് ഒന്ന് വിശദീകരിച്ചാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, നോക്കി, ഇപ്പം വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലും ഹൃദയത്തിലൊക്കെ ഇച്ചിരി വെളിച്ചമുണ്ട്. ഇനി വീട്ടിൽ പോയി ഇച്ചിരി വല്ലോ കഴിച്ചിട്ട് ഒരു കുറച്ച് പ്രാവശ്യം മൊബൈലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാൽ ഉള്ള കണ്ണിലെ വെളിച്ചം പോകും. ഉള്ള കണ്ണിലെ വെളിച്ചം പോയിട്ട് കടന്നു കഴിഞ്ഞാൽ ഇതൊന്നും വരത്തില്ല. ഈ കണ്ണിൽ ഇച്ചിരി വെളിച്ചം ഉള്ളപ്പോ പോയി കിടക്കണം. ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. ഈ മന്ദിരത്തിൽ വിളക്ക് ഇങ്ങനെ ആകുമ്പം പോയി ആർക്കും കിടക്കാം. ഈ വിളക്ക് ഇച്ചിരി ഉള്ളപ്പം പോയി കടന്നാൽ എന്തെങ്കിലും ഒരു ദൈവ ശബ്ദം പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഡെസ്റ്റിനിയെ മാറ്റുന്ന, നമ്മുടെ ചരിത്രം മാറ്റുന്ന ഇടപെടലുകൾ ഉണ്ടാകും. നോക്കിയേ, ശമൂവേലിന് ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷം പുള്ളിയുടെ പേര് ബാലൻ എന്നല്ല, പുള്ളിയുടെ പേര് പ്രവാചകനാണ്. ആ ഇടപെടൽ ഉണ്ടാകും. 3 പ്രാവശ്യം കൺഫ്യൂഷനായി. നമുക്കിപ്പോ 10,000 വട്ടം ആയല്ലോ, ഇനിയെന്തോ. എനിക്ക് 3 പ്രാവശ്യം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒന്നൊന്ന് തെളിഞ്ഞു കിട്ടിയാൽ രാജ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹീലിംഗിന്റെ ഒരു റെവലേഷൻ കിട്ടിയാൽ, സൗഖ്യത്തിന്റെ ഒരു റെവലേഷൻ കിട്ടിയാൽ രാജാക്കന്മാർ ഒന്ന് ക്യൂ നിൽക്കും, എന്നൊന്ന് തൊടാമോ. അച്ഛന് വിദ്യാഭ്യാസം വേണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവമേ, എന്നെ ജനിപ്പിച്ച പർപ്പസിൽ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കൃപ തരണം. മോനെ, നിന്നെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിനക്ക് വേണ്ടി ആയിരിക്കാം ഈ മെസ്സേജ് അധികം കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. നിനക്ക് എന്ത് മനസ്സിലാകുന്നു ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിന്റെ ജീവിതത്തിനകത്തൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നത്, ശമൂവേൽ ഒരു കൊച്ചു പയ്യൻ, ദൈവം ആ പുള്ളിനോട് ഇടപെട്ടതിന് അടുത്ത ദിവസം മുതൽ ഏലി പുള്ളിനെ വിളിച്ചിട്ട് എന്താ മോനെ ദൈവം ഇടപെട്ടെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം മനസ്സിലായി, ഈ പുള്ളി ഒരു പ്രവാചക അഭിഷേകത്തിലേക്ക്. ഏത് പ്രായവാ? ബാലൻ. നിങ്ങളോട് ദൈവത്തിന് ഇടപെടാൻ പറ്റും. ഇത്രയും പറയാൻ അവിടെ നിന്ന് വിളിച്ചിങ്ങോട്ടിരുത്തിയത്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. നോക്കിയേ, നമ്മൾ ഹല്ലേലൂയ, നോക്കിയേ, രാത്രി നമ്മൾ വിശ്രമിക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ? രാത്രി എന്തിനാ വിശ്രമിക്കാൻ ഉപയോഗിക്കുന്നത്? വിശ്രമിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പൈസ ആരെങ്കിലും തരുമോ? പറ. അദാനിക്കും അംബാനിക്കും ഒക്കെ പൈസ കിട്ടും. കാര്യം എന്തുവാ? അവർക്ക് വേണ്ടിയിട്ട് വേറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി വീട്ടിലുള്ള പട്ടി കുറയ്ക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കുമെന്ന് തോന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവമേ നീ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയ, എണീക്കുമ്പോൾ ഒരു വെളിപ്പാട് കൊണ്ട് എണീച്ച ജീവിതം മാറിക്കിട്ടും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നമ്മുടെ രാത്രി പ്രയോജനമുള്ളതല്ല. നമുക്ക് ഉറങ്ങാം, ശരീരത്തിനും മനസ്സിനും ഒക്കെ റെസ്റ്റ് കിട്ടുന്ന സമയം. പക്ഷെ പുള്ളി ഉറങ്ങിക്കിടന്ന പുള്ളിനെ വിളിച്ചുണർത്തി ദൈവം ഒന്ന് സംസാരിക്കാൻ ആരംഭിച്ചപ്പോ പിന്നെ അത് സ്റ്റോപ്പായില്ല. ദാൻ മുതൽ ബേർശേബ വരെ പ്രവർത്തിച്ചു. ഒരു വാക്കും വേസ്റ്റ് ആയില്ല, ഒരു വാക്കും വെറുതെ പോയില്ല. ഇടപെടുമ്പോ ആ വാക്കൊന്ന് പിടിക്കാൻ ഇച്ചിരി താമസിച്ചു, ഇച്ചിരി ഒന്ന് ചുറ്റി. പക്ഷേ ഹല്ലേലൂയ, ദൈവം ശമൂവേലിനോട് വന്ന് പറയുന്നതിലൂടെ, ഇടപെടുന്നതിലൂടെ ദൈവം പുള്ളിനോട് പറയാൻ ശ്രമിച്ച കാര്യം എന്തെന്നറിയാമോ? പുള്ളിനോട് പറയാൻ ശ്രമിച്ച കാര്യം എന്താ? ശമൂവേലേ, നിന്നെക്കുറിച്ച് എൻ്റെ പുസ്തകത്തിൽ
ഒരെഴുത്ത് എഴുതിയിട്ടുണ്ട്. ആ എഴുത്തിൻ്റെ അകത്ത് നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നു. ഇതൊന്നും ഡയറക്റ്റായിട്ട് ദൈവം പറഞ്ഞില്ല, പക്ഷെ ഈ ഇടപെടൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വന്നപ്പോൾ അതിലേക്ക് പുള്ളിയൊക്കെ എത്തിച്ചേർന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ മുമ്പിലോട്ട് പോവുക. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായത്, കുടുംബത്തിനകത്ത് പ്രോബ്ലം ഉണ്ടായത്, ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടായത്, ഇതെല്ലാത്തിൻ്റെ അകത്തും ഒറ്റ ഉദ്ദേശമുള്ളൂ: നമ്മളെക്കുറിച്ചുള്ള പർപ്പസ് മനസ്സിലാക്കരുത്. മനസ്സിലാക്കാൻ ഈ ആൾക്കാർ പറയും, നിലത്ത് നിന്നിട്ടല്ല അഭ്യാസം കാണിക്കാൻ പറ്റുന്നത്. നിലത്ത് നിൽക്കാൻ സമയം ഉണ്ടായിട്ട് വേണ്ടേ? ഓരോരോ പ്രശ്നങ്ങൾ വന്ന് ഈ പ്രശ്നങ്ങളുടെ പുറകെ നമ്മുടെ മനസ്സ് പോകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പർപ്പസിലേക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. യെസ്, ഹല്ലേലൂയ. ഞാനിപ്പോൾ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ ഒരു വശത്തിരിക്കുമ്പോൾ തന്നെ മറുവശത്ത്, ഹല്ലേലൂയ, ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ നമ്മളെ തള്ളി ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ പദ്ധതികളിലേക്ക് എത്തുക. നമ്മളൊന്ന് എത്തിയാൽ അതിൻ്റെ പുറകെ നിന്ന് 1000 തലമുറയ്ക്ക് വരിക. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ജീസസ് നെയിം, ഹല്ലേലൂയ. നോക്കി, പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും നിങ്ങൾ ഏത് വ്യക്തി എടുത്ത് നോക്കി, നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം എങ്ങനെയാണെന്നും ദൈവം പറഞ്ഞു കാണത്തില്ല. ചെറിയ ചെറിയ ഗ്ലിംസിലൂടെ പത്രോസിനെ കാണുമ്പോൾ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. നിന്നെക്കുറിച്ച് എൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ദൈവം പറഞ്ഞത്: ഞാൻ നിന്നെ കേഫ ആക്കും. ആമേൻ. നിന്റെ അകത്ത് ഞാൻ ബലം തരും. അതാണ് കേഫ. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? മിനിസ്ട്രിയാണ് മനുഷ്യരെ പിടിക്കുന്നവരാണ്. കേഫ എന്ന് പറയുമ്പോൾ നിനക്ക് നീ ഇപ്പൊ ഞാങ്ങണയാണ്, പക്ഷെ നിന്നെ ഞാൻ കേഫ ആക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വ്യക്തി എടുത്തു, ഹല്ലേലൂയ, നോഹയെ കുറിച്ച് ഇങ്ങോട്ട് ഹല്ലേലൂയ, പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി വ്യക്തികൾ എടുത്തു നോക്കി. എല്ലാവരോടും ദൈവം പറഞ്ഞു തുടങ്ങിയതിൻ്റെ അകത്ത് യിരെമ്യാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ ഒരു വാതിലിനെ എന്നെ വിളിച്ചു, ഇരിക്കുമ്പോൾ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിന്റെ ഡെസ്റ്റിനി അതാ. ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ? പുള്ളി പറഞ്ഞു, ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്ക് വചനവും സംസാരിക്കാൻ അറിയത്തില്ല, എനിക്ക് കെട്ടിയൻ്റെ മണ്ടയിൽ ചാടാനൊക്കെ അറിയത്തുള്ളൂ, ഭാര്യയുടെ മണ്ടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ, പക്ഷേ വചനം സംസാരിക്കാനൊന്നും അറിയത്തില്ല. ശരി, ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്, കർത്താവ് എൻ്റെ ഡെസ്റ്റിനിലുള്ള കാര്യം ചെയ്യാൻ എനിക്ക് കൃപ തരണം, ഇത്രയൊന്ന് പറ. ഇത്രയും ദിവസം നീ പറഞ്ഞാൽ സംസാരിക്കാൻ നാവിനെ തൊടുന്നൊരു കർത്താവുണ്ട്. ഡെസ്റ്റിനിയിലെത്തിക്കാൻ ഹല്ലേലൂയ ദൈവം അധ്വാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കി, നമ്മൾ ഹല്ലേലൂയ ഒരു ശാന്തമായ രീതിയിൽ നിങ്ങളുടെ അകത്തേക്ക് ദൈവം ഇടപെടുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. സമൂഹത്തിനെ പറഞ്ഞു നിർത്തിയത് രാത്രിയെ പ്രയോജനപ്പെടുത്തുക. നമുക്ക് പകൽ കൂലിപ്പണിക്ക് പോകും, ജോലിക്ക് പോകും, നമുക്ക് എന്തെങ്കിലും ഒരു ശമ്പളം കിട്ടും. രാത്രി ഹല്ലേലൂയ ശരീരത്തിനും മനസ്സിനും വിശ്രമിക്കുന്ന സമയം. ആ വിശ്രമിക്കുന്ന സമയത്ത് ഹല്ലേലൂയ നമുക്ക് വരുമാനമില്ല. ശരിയാണോ? ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുമാനമുണ്ടോ? ഇല്ല, വരുമാനമില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ്, ഇന്ന് രാത്രി ഞാൻ കിടക്കാൻ പോകും. യഹോവേ, അരുളി ചെയ്യണം. യോസേഫിന് നീ സ്വപ്നം കൊടുത്തല്ലോ, യാക്കോബിന് നീ സ്വപ്നം കൊടുത്തല്ലോ, ഞാൻ ഒരു സ്വപ്നം തരണം. കഞ്ഞി കുടിക്കാൻ ഒരു സ്വപ്നം, എൻ്റെ ജീവിതത്തെ മാറ്റുന്ന ഒരു സ്വപ്നം, എൻ്റെ ഡെസ്റ്റിനി എനിക്കറിയുന്ന ഒരു സ്വപ്നം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കണം. നിങ്ങളുടെ അകത്തൂടെ ഒരു പാട്ട് വന്നാൽ ഈ പാട്ട് നിങ്ങളുടെ രാജ്യങ്ങളെ കൊണ്ട് നടക്കും. ഇല്ലേ? ഒരു പാട്ട് മതി. പ്രവചനത്തിന്റെ ഒരു ശുശ്രൂഷ ഓപ്പൺ ആയാൽ നമുക്കിതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാനിങ്ങനെ പറയാറുണ്ട്, എന്നെക്കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യം, അതിനകത്തൊരു മുട്ടായി കിട്ടാനുണ്ടെങ്കിൽ അതെനിക്ക് മിസ്സാകരുത്. എനിക്ക് എത്ര വലിയ സാധനം നീ എഴുതാത്തതാണെങ്കിൽ എനിക്ക് വേണ്ടെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, താങ്ക് യു. നീ തരാത്ത ഒരു മാന്യത എനിക്ക് വേണ്ട.
പക്ഷെ നീ തരാമെന്ന് പറഞ്ഞ ഒരു സാധനം മിസ്സാകാനും പാടില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ ഹല്ലേലൂയ നോക്കി, ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല. ഞാൻ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ സാഹചര്യം പ്രശ്നമല്ല. നിങ്ങൾ ഇനി കഥാപാത്രങ്ങളെ ഈ കേൾവിക്കകത്ത് നിന്നിട്ട് ബൈബിളിലെ കഥാപാത്രങ്ങളൊന്ന് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വ്യക്തി എടുത്ത് നോക്കി. ഒന്നുകിൽ മനുഷ്യനിലൂടെ, അല്ലെങ്കിൽ ദൈവം നേരിട്ട്. എന്തെങ്കിലും ഇതുപോലൊരു ഇടപെടൽ നടക്കുമ്പോൾ അവരവരുടെ മനസ്സിനെ പുതുക്കിയത് കൊണ്ട് അവരെക്കുറിച്ച് ദൈവം എഴുതിയ ഡെസ്റ്റിനിയിലേക്ക് അവർക്ക് എത്താൻ പറ്റും. നമ്മളിപ്പോഴും നമ്മുടെ സാഹചര്യം മാത്രമാണ് കാണുന്നത്. പക്ഷെ വിളിച്ചവൻ ഒരാളുണ്ട്. ആ വിളിച്ചവനാണ് എന്നെ സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശമാണ് പ്രാധാന്യം. ഹല്ലേലൂയ, അതെനിക്കൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ, ഹല്ലേലൂയ, എൻ്റെ മനസ്സിനകത്ത് ഹൃദയത്തിനകത്തുനിന്ന് അതൊന്ന് ഉറച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഈ ഉദ്ദേശത്തിന്റെ കീഴേ വരും. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഹല്ലേലൂയ, ഈ വിഷയങ്ങൾ നമ്മളെ ഓടിക്കുക. പക്ഷെ നമ്മൾ തിരികെ വന്നിട്ട് നമ്മൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഈ വിഷയങ്ങൾ എന്നെ കൊല്ലത്തില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, ഇതെന്നെ മുക്കിക്കളയത്തില്ല. അപ്പുറത്തും ഇപ്പുറത്തും 1000 10,000 ഒക്കെ വീഴും, എങ്കിലും അത് എന്നോട് അടുത്ത് വരികയില്ല. എൻ്റെ പർപ്പസ് തീരാതെ എൻ്റെ ആയുസ് പൂർത്തീകരിക്കത്തില്ല. എൻ്റെ പർപ്പസ് തീരാതെ എൻ്റെ ആയുസ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ നോക്കി, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. കൊർന്നല്യോസ് വലിയ ആളാണ്, പാവപ്പെട്ട ഉപദേശിച്ച് അവിടെ പോണം. ഹല്ലേലൂയ, മനസ്സിലാവുന്നുണ്ടോ? ജീസസ് നെയിം. ഡിമാൻഡുണ്ട്. ആമേൻ. ഡെസ്റ്റിനിക്കകത്ത് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനി ഉണ്ട്, നമ്മുടെ സമ്പത്തിന്റെ ഡെസ്റ്റിനി ഉണ്ട്. സമ്പത്തിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ആയുഷ്കാലം മുഴുവൻ അനുഭവിക്കുന്ന പൈസയല്ല, ഇന്ന് എനിക്ക് ഇപ്പൊ എൻ്റെ കയ്യിൽ വേണം, ഇങ്ങനെയല്ല. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നടന്നുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും, അല്ല ഇന്ന് കാണത്തൊന്നുമില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നോക്കിയേ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ലൂക്കോസിന്റെ സുവിശേഷം 24:45 ഒന്ന് വായിച്ചു. സ്വല്പം ബാക്ക് എന്ന് വെച്ചാൽ 44 43 ഒക്കെ വായിച്ചു. കണ്ടോ, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എവിടെയൊക്കെ എഴുതിയിരുന്നു? മോശയുടെ പ്രവാചക പുസ്തകത്തിൽ, മോശയുടെ പുസ്തകത്തിൽ, പ്രവാചകങ്ങളിൽ, ന്യായപ്രമാണം, പ്രവാചക പുസ്തകത്തിൽ. ഓക്കെ, ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നു? യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഓക്കെ, വായിച്ചേ ബാക്കി. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. നോക്കിയേ, ബുദ്ധിയെ തുറന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമുക്ക് പോക്കറ്റിൽ പൈസ ഇല്ലെന്ന് പറയാൻ നമുക്ക് മനസ്സിലാകും. പൈസയില്ല, വിശക്കുമ്പോൾ വയറ് പറയും വിശക്കും. ഹല്ലേലൂയ. ആളിന്റെ മുഖം കാണുമ്പോൾ നമുക്കറിയാം നമ്മളോട് എന്തോ ഉണ്ട്. ആ പ്രൈസ് ലോഡിനകത്തുള്ള സൂക്കറ് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം നമുക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് അറിയാം. പക്ഷെ നമ്മളെ കുറിച്ചുള്ള പർപ്പസ് അറിയത്തില്ല. ഈ അറിയാൻ, ഹല്ലേലൂയ, എൻ്റെ ബുദ്ധിയെ തുറന്നാൽ നമ്മൾ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും സാഹചര്യവും പൈസയില്ലായ്മയും ആൾക്കാർ അങ്ങനെ പറഞ്ഞതും ഇതെല്ലാം വേസ്റ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ വേസ്റ്റ് സാധനത്തിന് നമ്മൾ കൊണ്ട് നടക്കത്തില്ല എന്നുള്ള കാര്യം മിനിമം എല്ലാവർക്കും അറിയാം, അല്ലേ? പട്ടി വേസ്റ്റ് കൊണ്ട് നമ്മൾ നടക്കും, പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള വേസ്റ്റ് കൊണ്ട് നമ്മൾ നടക്കും. പക്ഷെ എത്ര വേസ്റ്റ് നമ്മുടെ അകത്തുണ്ട്? അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന്
ഇവരാരാ? പഠിപ്പില്ലാത്തവരാണ്. ഇപ്പോൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ബുദ്ധി തുറന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഈ പത്രോസ് പിന്നീട് ലേഖനം എഴുതി. നമ്മൾ പ്രാർത്ഥിക്കാം. നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ്, എന്നെ കുറിച്ച് നിന്റെ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. കർത്താവ്, എനിക്ക് ഇതുവരെയ്ക്ക് അത് മനസ്സിലായിട്ടില്ല. പ്രവചനത്തിലൂടെ നീ ഇടപെടാൻ ശ്രമിച്ചു, എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഹല്ലേലൂയ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ എൻ്റെ ബുദ്ധിയെ, എൻ്റെ മനസ്സിനെ, അതിനെ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പറ്റിയാലൊന്ന് എഴുന്നേറ്റ്. യെസ്, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കണ്ണുകളെ തുറന്നെഴുന്നേറ്റ് ഒരു വാക്ക് ഇന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായി. ശമൂവേലിനോട് അന്ന് ഇടപെട്ട് തുടങ്ങിയതിന് ശേഷം തുടർമാനമായി ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. തുടങ്ങുന്നത് വരെ കൺഫ്യൂഷനായിരുന്നു. ഇത് ദൈവ ശബ്ദമാണോ, ഏലി വിളിച്ചതാണോ, ഒന്നും അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, നോക്കിയേ, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അകത്തും ചില കൺഫ്യൂഷനിൽ കാണാം. ഈ സ്വപ്നം തന്ന ദൈവമാണോ, ഇങ്ങനെ എനിക്ക് തോന്നിയ ദൈവം തന്നതാണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായി കാണാം. പക്ഷേ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, നീ സുബോധത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. എനിക്കൊരു ക്ലാരിറ്റി തരണം. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എന്നെ ജനിപ്പിച്ച ലക്ഷ്യത്തെക്കുറിച്ച് ഇന്ന് എനിക്കൊരു ക്ലാരിറ്റി തരണം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഈ ശബ്ദപരിധിക്കകത്തു നിന്ന് കേൾക്കുന്ന ഹല്ലേലൂയ 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 ആരായാലും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പർപ്പസ് ഇല്ലാത്ത വ്യക്തിയായി കുട്ടിയും കോലും കളിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കാനില്ല. എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവുണ്ടെന്ന് ഞാൻ കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഒരു സൃഷ്ടിതാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടിതാവ് ഇന്ന് എന്നോട് ഇടപെടണമേ. ഇത്രയും പറയാൻ ധൈര്യമുണ്ടോ? ഓ യെസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ജീസസ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. അതിന് വിരുദ്ധമായുള്ള മാനുഷിക പൈശാചിക പദ്ധതികൾ എല്ലാവരുടെയും ബുദ്ധിക്കകത്തു നിന്ന് യേശുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുകയാണ് ഇപ്പോൾ. യെസ് ഹല്ലേലൂയ. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ, മരണഭയം, രോഗഭയം, ഹല്ലേലൂയ, സാമ്പത്തികത്തെ കുറിച്ചുള്ള തിന്മകൾ, ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, എല്ലാ ചിന്തയിൽ കിടക്കുന്ന ഇരുട്ടുകൾ, യെസ് ഹല്ലേലൂയ, ലക്ഷ്യങ്ങൾക്ക് വിരോധമായി, ഉദ്ദേശങ്ങൾക്ക് വിരോധമായി, ഹല്ലേലൂയ ഹല്ലേലൂയ, എഴുതപ്പെട്ട പിതാക്കന്മാരുടെ പാപങ്ങൾ മുഖാന്തരം, അകൃത്യങ്ങൾ മുഖാന്തരം, ശാപങ്ങൾ മുഖാന്തരം, യെസ് ഹല്ലേലൂയ, ഉണ്ടായ ഓവർ റൈറ്റിംഗ്, ഡെസ്റ്റിനിക്ക് വിരുദ്ധമായുള്ള കയ്യെഴുത്തുകളെല്ലാം യേശു കർത്താവിന്റെ രക്തം ഇപ്പോൾ അയച്ച് യെസ് അതിനെല്ലാം കഴുകിക്കളയുന്നു. യെസ് താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യെസ് ഇപ്പോൾ തന്നെ യേശു കർത്താവിന്റെ പുണ്യാഹരത്തിന്റെ ശക്തി ഇപ്പോൾ ഓരോ ബുദ്ധിക്കകത്ത്, ഓരോ ഇമോഷന്റെ അകത്തേക്ക് യെസ് ഹല്ലേലൂയ ഇപ്പോൾ ഇറങ്ങട്ടെ. എല്ലാ കൺഫ്യൂഷൻസ് മാറിപ്പോകട്ടെ, ഇരുട്ടിന്റെ കെണികൾ മാറിപ്പോകട്ടെ, മരണചിന്തകൾ മാറിപ്പോകട്ടെ. ഓ യെസ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ശമൂവേലിനോട് ഇടപെട്ട് തുടങ്ങിയ ദൈവമേ, എന്നോട് ഇടപെടണമേ. എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട് ഇടപെടണമേ. പറഞ്ഞാട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാട്ടെ. യെസ്, വായി തുറന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ മിണ്ടാതിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കണം. അന്തരീക്ഷത്തിൽ സംസാരിക്കുക. കർത്താവ് അത് കേൾക്കട്ടെ. യെസ് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യെസ് ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്ന കർത്താവേ, ഇപ്പോൾ എന്റെ ബുദ്ധിയെ തുറക്കണമേ. ഓ യെസ്. സാഞ്ചാറാ ബഖോലാമ ലിബറിയാ സാഞ്ചാബാക്കു ലിഖസിയ ലഖത്തനെമാനി ലിബറിയാ തുരകൽപനോ റഖത്തിയ. യെസ് ഹല്ലേലൂയ. ഒരു ഇടപെടൽ എൻ്റെ അകത്ത് സ്റ്റാർട്ടാകണമേ. വെളിപ്പാടിന്റെ ഇടപെടലുകൾ സ്റ്റാർട്ടാകണമേ. സംഗീതത്തിന്റെ ഇടപെടലുകൾ സ്റ്റാർട്ടാകണമേ. വചന വെളിപ്പാടുകൾ സ്റ്റാർട്ടാകണമേ. ഹീലിംഗ് മിനിസ്ട്രി സ്റ്റാർട്ടാകണമേ. ഹല്ലേലൂയ. ഡെലിവറൻസ് മിനിസ്ട്രികൾ സ്റ്റാർട്ടാകണമേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കുടുംബ സമാധാനത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ എൻ്റെ അകത്ത് ഓപ്പൺ ആകണമേ. പറഞ്ഞേ. ഹല്ലേലൂയ. കണക്ക് പഠിക്കാൻ, സയൻസ് പഠിക്കാൻ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വിഷയം
പ്രയാസമുള്ള വിഷയങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അതിന്റെ അകത്ത് ഹല്ലേലൂയ എന്നെ വിടുവിച്ച് ഹല്ലേലൂയ എന്റെ ബുദ്ധിയെ തുറന്ന് ആ വിഷയങ്ങളുടെ അകത്ത് പഠിക്കുവാൻ കർത്താവേ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനിയെ പൂർത്തീകരിക്കുവാൻ നീ എന്നെ കുറിച്ച് എഴുതിയ വിദ്യാഭ്യാസം അതുപോലെ പൂർത്തീകരിക്കുവാൻ എന്റെ ബുദ്ധിയെ തുറക്കണമേ ഇപ്പോൾ പറഞ്ഞേ യെസ് പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിടുവാൻ അധികാരം നിന്ന് അവൻ നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുക ഇല്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ എല്ലാ കൈയെഴുത്തുകളെയും യേശു കർത്താവ് ക്രൂശിൽ ആയുധവർഗം വഹിപ്പിച്ചു. അതിനെ ഹല്ലേലൂയ നിർവീര്യമാക്കി, അതിനെ തറച്ചു കളഞ്ഞു. യെസ്, അതിനെ കീറിക്കളഞ്ഞു. യെസ് ഹല്ലേലൂയ മാനുഷിക പൈശാചിക എഴുത്തുകൾ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ, ഓരോ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ജനറേഷണൽ കഴ്സുകൾ ബ്രേക്ക് ആകട്ടെ. യെസ് ഹല്ലേലൂയ ഇവിടെ ഫാമിലി ലീനിയേജുകൾ വിശുദ്ധീകരിക്കട്ടെ യേശുവിന്റെ രക്തത്താൽ. യെസ് ഹല്ലേലൂയ നന്ദി കർത്താവേ ഹല്ലേലൂയ. ഇപ്പോൾ ആദ്യം മുതൽ നീ വിളിക്കുമ്പോൾ, ആദ്യം മുതൽ തലമുറകളെ വിളിക്കുമ്പോൾ ദൈവമേ നീ എഴുതിയ ലക്ഷ്യങ്ങളുണ്ട്, നീ എഴുതിയ ഉദ്ദേശങ്ങളുണ്ട്. അതിന്റെ ക്ലാരിറ്റിയോടുകൂടി വെളിപ്പെട്ട് വരട്ടെ, നന്ദി കർത്താവേ. നോക്കി ഹല്ലേലൂയ എല്ലാവരും നിങ്ങളുടെ തലകൾ കൈവച്ചേ. ഇപ്പോൾ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ഡെസ്റ്റിനി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനങ്ങൾ അറിയണമെന്നില്ല. പക്ഷേ ഹല്ലേലൂയ എന്നെ ജനിപ്പിച്ച ലക്ഷ്യം എനിക്കറിയണം, അതെനിക്ക് പൂർത്തീകരിക്കണം. എനിക്കും പറയണം നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് എനിക്കും പറയണം. എൻ്റെ അപ്പ എന്നെ സഹായിക്കണം. ഇത്രയൊന്ന് പറയാമോ കർത്താവേ എന്നെ സൃഷ്ടിച്ച ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ ആവശ്യമുള്ള കൃപ ഇപ്പോൾ എൻ്റെ മേൽ തുറന്നു വരട്ടെ. ഓ യെസ് ഹല്ലേലൂയ യെസ് തുറന്നു വരട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ രാത്രികാലം കർത്താവേ ഞങ്ങളോട് എല്ലാവരോടും ഇടപെടണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ബുദ്ധിയെ തുറക്കണമേ. ആരും ലക്ഷ്യമില്ലാതെ പോകരുതേ അപ്പാ, ലക്ഷ്യമില്ലാതെ പോകരുതേ. ഞങ്ങളുടെ എല്ലാം വർഷങ്ങൾ പലതും വേസ്റ്റായി പോയി, പലതും ലക്ഷ്യമില്ലാതെ വർഷങ്ങൾ പോയി. ഞങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ ലക്ഷ്യമില്ലാതെ പോയി. ഹല്ലേലൂയ കുടുംബജീവിതം ലക്ഷ്യമില്ലാതെ പോയി. ഹല്ലേലൂയ യെസ് അങ്ങനെ ലക്ഷ്യമില്ലാതെ പലതും പോയി, പല വർഷങ്ങൾ പോയി. ഇപ്പോൾ എനിക്ക് ഒരു കൃപ തരണമേ, എന്റെ കുടുംബത്തിന്റെ മേൽ ഒരു കൃപ തരണമേ, എന്റെ തലമുറകളുടെ മേൽ ഒരു കൃപ തരണമേ. ഓ ജീസസ് എന്റെ ബിസിനസിന്റെ മേൽ നിന്റെ പദ്ധതികൾ വെളിപ്പെടണമേ. യെസ് റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്ന കർത്താവേ എന്റെയും ബുദ്ധിയെ തുറക്കണമേ, എന്റെ കുടുംബാംഗങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. യെസ് റൈറ്റ് നൗ ഹല്ലേലൂയ എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന വചനം ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ തലയിൽ ലിറ്ററലി ഇപ്പോൾ അറിയാൻ കഴിയട്ടെ. ഹല്ലേലൂയ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. യെസ് മാനസിക മേഖലകൾ സൗഖ്യമാകട്ടെ. ലബ്രാക സതടാബക ബക്കചോരി അൽമനോസ് കെനിയാൽതര ജീസസ് നൈം സാത്താൻ മിന്നൽ പോലെ വീഴട്ടെ. യെസ് റൈറ്റ് നൗ ഈ കുടുംബത്തിനകത്ത്, ഈ വ്യക്തികളുടെ കുടുംബങ്ങളുടെ അകത്തുള്ള എല്ലാ ബലവാനെയും ബന്ധിച്ച് പുറത്താക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. യെസ് ഈ കുടുംബത്തിനകത്ത് കർത്താവ് രാജാവായി കർത്താവായി ഹല്ലേലൂയ ആദ്യനും അന്ത്യനുമായി വെളിപ്പെട്ട് വരട്ടെ. ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. ഇന്നു മുതൽ സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ, ഇന്നു മുതൽ ദർശനങ്ങൾ ഉണ്ടാകട്ടെ, വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ, വചനങ്ങൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ പാട്ടുകൾ തുറന്നു വരട്ടെ, ആരാധനകൾ തുറന്നു വരട്ടെ, ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ തുറന്നു വരട്ടെ. ഓ യെസ് ഹല്ലേലൂയ താങ്ക് യു ജീസസ്. സാമ്പത്തിക നന്മകളുടെ വഴികൾ തുറന്നു വരട്ടെ. ഓ യെസ് ജീസസ്. അത്ഭുതങ്ങൾക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ അത്ഭുതങ്ങൾക്കായി നന്ദി. ഹല്ലേലൂയ കർത്താവേ ഇന്നു മുതൽ പരിജ്ഞാനമില്ലാത്ത വാക്കുകളാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയെ ഞങ്ങൾ ഇരുളാക്കത്തില്ല. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ ആലോചനയെ ഇരുട്ടാക്കുന്ന വാക്കുകൾ ഞങ്ങൾ പറയത്തില്ല. കർത്താവേ കൃപ തരണം. താങ്ക് യു ജീസസ്.